സ്തുതികളുണ്ട്, സ്തോത്രങ്ങൾ. സകല ദേവീ ദേവന്മാരെ സ്തുതിക്കുന്ന സ്തുതികള് ഋഗ്വേദം മുഴുവൻ സ്തുതിയാണ്. സ്തുതവും ഋഗ് എന്ന് പറഞ്ഞാൽ തന്നെ സ്തുതി ഋഗ്വേദം എന്ന് പറഞ്ഞാൽ സ്തുതി പ്രധാനമായിട്ടുള്ള വേദം എന്നാണ്. ഇതാണ് ഋഗ്വേദം. എല്ലാ ഗ്രന്ഥങ്ങൾക്കും മൂലമായിട്ട് നിൽക്കുന്നത് വേദങ്ങളാണ്. അതിനേക്കാൾ പഴയതായിട്ടുള്ള ഒരു ഗ്രന്ഥം ലോകത്തില് കണ്ടിരിക്കില്ല. അതാണ് വേദങ്ങൾ. അതിൽ നിന്നാണ് മറ്റെല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടായത്. വേദത്തിന്റെ ആ വഴി വെച്ചുകൊണ്ട് എല്ലാം പറഞ്ഞത്. ഏത് ശാസ്ത്രമാണെങ്കിലും വേദമാണ് എല്ലാത്തിന്റെയും പ്രമാണമായിട്ടുള്ള മൂലഗ്രന്ഥം എന്നുള്ളത്. പക്ഷെ അത് വേണ്ട പോലെയൊക്കെ പഠിച്ച് മനസ്സിലാക്കാനൊക്കെ വളരെ വിഷമമാണ്. അപ്പോഴാണ് അതിന്റെ സാരമായിട്ട് മറ്റ് ശാസ്ത്രങ്ങളും പുരാണങ്ങളും എല്ലാം ഉണ്ടായി. അപ്പൊ അതിൽ വെച്ച് വേദവ്യാഖ്യാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാഭാരതം. ഭാരത വ്യപദേശേന യാമ്നായാർത്ഥശ്ച ദർശിതഃ എന്ന് ഭാഗവതത്തിലാദ്യം തന്നെ പറയുന്നു. ഭാരതം എന്ന പേര് മാത്രമല്ലോ വാസ്തവത്തിന് വേദാർത്ഥമാണ്. ഭാരത രചനയിൽ കൂടെ വേദങ്ങളുടെ അർത്ഥം മുഴുവൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഭാരതം വ്യപദേശേന യാമ്നായാർത്ഥശ്ച ദർശിതഃ. ആമ്നായത്തിന്റെ അർത്ഥം, വേദത്തിന്റെ അർത്ഥം പ്രകാശിപ്പിച്ചിരിക്കുന്നു മഹാഭാരതത്തിൽ കൂടെ. എന്താണ് ധർമ്മം, എന്ത് അധർമ്മം, ഇതാണ് വേദങ്ങളുടെ ഉപദേശം. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അധർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ. വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ. ധർമ്മം എന്തെന്നൊക്കെ പല ചർച്ചകൾ നടക്കുന്നു. പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. എല്ലാം കൂടി കേട്ട് കഴിയുമ്പോൾ എന്താ പറഞ്ഞിരുന്ന ആർക്കും ഓർമ്മയുണ്ടാവില്ല. ധർമ്മത്തെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കാത്തവർ ഇവിടെ ആരും ഉണ്ടാവില്ല. എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ ശരിയായിട്ട് ഉത്തരം പറയാൻ പറ്റും. അപ്പൊ അതൊരു എളുപ്പ വഴി അതന്മാർ പറഞ്ഞു നിൽക്കാണ്. വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞോ അതാണ് ധർമ്മം. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അധർമ്മം. അതൊക്കെ നമ്മൾക്ക് വല്ലാതെ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത്. ഒരു നല്ലൊരു വൈദ്യൻ രോഗിയുടെ അടുത്ത് പറയില്ലേ, ഇന്നെ ഔഷധങ്ങൾ സേവിക്കണം, ഇന്ന അളവില് ഇന്ന സമയത്ത് എല്ലാം പറയും. അതിനോടൊപ്പം തന്നെ എന്ത് പറയും, ആ ചെയ്യേണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്നാത്ത പറയും. ഇന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, ഇന്ന തരത്തിൽ പാടില്ല. ഇങ്ങനെ അനവധി എണ്ണ നിഷിദ്ധമായിട്ട് ചെയ്യരുതെന്നുള്ള കാര്യം. ഇതുപോലെയാണ് വേദങ്ങള് ഇന്നത് ചെയ്യൂ, ഇന്നതൊന്നും ചെയ്യരുത് എന്ന്. അത് വ്യക്തമാക്കാനാണ് മഹാഭാരതം. രണ്ടിന് ഉദാഹരണം കണ്ടു. പാണ്ഡവന്മാരുടെ കഥകളിൽ കൂടെ കർത്തവ്യം, ഇതാണ് ധർമ്മം. എത്രയൊക്കെ ക്ലേശിച്ചാലും അവസാനം നിങ്ങൾക്ക് വിജയം തന്നെ. യഥോ ധർമ്മഃ തഥോ ജയഃ. എവിടെ സത്യം ധർമ്മമുണ്ടോ അവിടെ വിജയം. അധർമ്മത്തിന്റെ പിന്നാലെ പോയാൽ എന്തെല്ലാം സാമർഥ്യമുണ്ടെങ്കിലും അവർക്ക് നാശമാണെന്ന് കാണിക്കും. അതിന് കൗരവാദികളുടെ ചരിത്രം. ഇങ്ങനെ പാണ്ഡവർ കൗരവന്മാരുടെ ചരിത്രത്തിൽ പ്രധാനമായിട്ടെടുത്ത് അനേകം ഉപാഖ്യാനങ്ങളുടെ ഉദാഹരണങ്ങളിൽ കൂടെ നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാഭാരതത്തില് ഒരു വിശേഷ ഭാഗമാണല്ലോ. മറ്റെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞ്
മറ്റെല്ലാം ധർമ്മങ്ങൾ കേട്ട് കഴിഞ്ഞ സമയത്താണ് സഹസ്രനാമത്തിന്റെ ഉപദേശം. അനുശാസന കർമ്മം ശരശയനത്തിൽ കിടന്നുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ എത്രയോ ആയിരക്കണക്കിന് ശ്ലോകങ്ങളെ കൊണ്ടാണ് ഉപദേശം. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് എത്ര ശിവസഹസ്രനാമം, അതിൽ 3 4 ശിവസഹസ്രനാമം. ഏത് സഹസ്രനാമം എടുത്ത് വ്യാഖ്യാനിച്ചാലും ലക്ഷ്യം ഒന്ന് തന്നെ, പരമതത്വത്തെ മനസ്സിലാക്കലാണ് ഇതിന്റെ പരമമായിട്ടുള്ള പ്രയോജനം. ശിവസഹസ്രനാമായാലും എല്ലാ വിഷ്ണുവിന്റെ ആണെങ്കിലും എല്ലാ ഗണപതി ആയാലും എല്ലാ ശാസ്താവിന്റെ ആണെങ്കിലൊക്കെ തന്നെ ആ പരമതത്വം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിന് അദ്വൈത തത്വം വ്യാഖ്യാനിച്ച് തന്നിട്ടുള്ള ആചാര്യസ്വാമികൾ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു സഹസ്രനാമത്തിന് വ്യാഖ്യാനം എഴുതിയതാണ് വിഷ്ണു സഹസ്രനാമം. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാം നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു ശാസ്ത്രം നല്ലവണ്ണം 1 2 ശാസ്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ ശാസ്ത്രങ്ങളിലും നമുക്ക് പ്രവേശം കിട്ടും. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ മറ്റു ഉപനിഷത്തുകൾക്കും വേദാന്ത സൂത്രങ്ങൾക്കും എല്ലാം വ്യാഖ്യാനം എഴുതി കഴിഞ്ഞ് ഭഗവത്ഗീതയ്ക്കും വ്യാഖ്യാനം ഭാഷ്യം എഴുതി കഴിഞ്ഞപ്പോഴാണ് സാധാരണക്കാർക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അല്പം കുറച്ച് ആളൊക്കെ പറ്റുള്ളൂ ഭാഷ്യം പഠിക്കാനൊക്കെ. വളരെ ഗഹനമായിട്ടാണ്, അത്രയും പഠിപ്പ് വേണം മറ്റു ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാൽ മതി. അപ്പോഴാണ് സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സഹസ്രനാമം. ഉപനിഷത്ത് എത്ര ആളുകൾ വായിക്കും, വേദാന്ത സൂത്രങ്ങൾ എത്ര ആളുകൾ വായിക്കുന്നുണ്ട്, ഇവിടെ വന്നിരിക്കുന്നതിന് ഒരാൾ പോലും ഉണ്ടാവില്ല. എന്നാൽ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവും. അതെല്ലാവരും സ്വീകരിക്കുന്ന, എല്ലാവരും നിത്യം ഉപാസിക്കുന്ന, ഉപാസനയ്ക്കായിട്ട് എടുക്കുന്ന ആ സഹസ്രനാമത്തിന് ഭാഷ്യം ചെയ്യാന്ന് വിചാരിച്ചാണ്. ലോകോപകാരമായിട്ടാണല്ലോ എല്ലാ പ്രവൃത്തികളും. അപ്പൊ സഹസ്രനാമത്തിന് നല്ലൊരു വ്യാഖ്യാന ഭാഷ്യം ചെയ്താൽ ലോകത്തിന് വലിയ ഉപകാരമാകുമെന്ന് വിചാരിച്ചാണ് ആചാര്യസ്വാമികള് വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം രചിച്ചു. അതാണ് ഏറ്റവും ആദ്യത്തെ വ്യാഖ്യാനം, ഭാഷ്യം. അതിനെ തുടർന്ന് പല ആചാര്യന്മാരും അതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ടും വ്യാകരണ കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞുകൊണ്ടും വേറെ വേറെ പല പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഒക്കെ നിർമ്മിച്ചു. പക്ഷെ അവർക്കെല്ലാം തന്നെ മാതൃക ആചാര്യസ്വാമികളുടെ ഭാഷ്യം. അത് കിട്ടുമെന്ന് ആരും പറയില്ല, അതിനേക്കാൾ കൂടുതൽ പറയുന്നു മാത്രം. ആചാര്യസ്വാമികൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇനിയും കുറെ അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റാചാര്യന്മാരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ആ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കൊക്കെ പലരും പല ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ എത്രയോ ആളുകൾ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം എഴുതി. അവരൊക്കെ സംസ്കൃതത്തിലുള്ള വ്യാഖ്യാനം നോക്കി അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്ന രീതിയിലാണ് മലയാളത്തിലെ എത്രയോ വ്യാഖ്യാനങ്ങൾ. മറ്റ് ഭാഷകളിലും അതെല്ലാം ഉണ്ട്. മറ്റ് ഭാഷകളിലും അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ. അതിന് നമ്മള് സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾ അതിന്റെ അർത്ഥമെല്ലാം നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സാമാന്യമായിട്ടൊന്ന് നോക്കാന്ന് മാത്രം. കാരണം എത്ര വിശദീകരിച്ചാലും കാര്യമില്ല. വെള്ളത്തിൽ എഴുതിയ പോലെ ഇരിക്കും. വെള്ളത്തിൽ ഒരു അക്ഷരം എഴുതിയാൽ കാണില്ലേ, എത്രയാലും കാണാം. കയ്യിൽ മാറും തോറും മാഞ്ഞു മാഞ്ഞു മാഞ്ഞു. ഇതിന്റെ മാത്രമല്ല, മന്ത്രങ്ങളുടെ സ്വഭാവം അത് നിത്യ ഉപാസനകൾ കൂടെ മാത്രമേ മനസ്സിലാക്കുള്ളൂ. ഇത് കേൾക്കുമ്പോ ഒക്കെ മനസ്സിലായിട്ട് തോന്നും. എവിടെ കേട്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ വ്യാഖ്യാനം നമ്മൾ പലരും കേൾക്കാറുണ്ട്. അതിൽ ആദ്യത്തെ മന്ത്രത്തിന് എന്താ വ്യാഖ്യാനിച്ചെന്ന് ചോദിച്ചാൽ ഒന്നും നമുക്ക് ഓർമ്മില്ല. അതാണ് ജലരേഖ എന്നാണ്. ജലരേഖ പോലെ, വെള്ളത്തിൽ എഴുതിയ പോലെ. എന്നാലും നമ്മൾ സാമാന്യമായിട്ട് ഒന്ന് നോക്കുന്നു മാത്രം. പിന്നെ സഹസ്രനാമം ജപിക്കുമ്പോൾ അർത്ഥത്തോടു കൂടി ചിന്തിക്കാൻ ജപിക്കും.
ഇതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടാണ്. എത്രയാ അർത്ഥം കണക്കില്ല. സാർവമന്ത്രങ്ങളുടെ മൂലാണ് പണം. ഒരു വലിയ വൃക്ഷമുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു വിത്ത് അതിൽ നിന്നുള്ള മുളച്ചു തന്നെ. ഇതുപോലെ ഏറ്റവും ആദ്യമുണ്ടായ ശബ്ദമാണ് ഓങ്കാരം. അതിൽ നിന്നാണ് മറ്റെല്ലാം. ആരാ ഓങ്കാരത്തിന്റെ അർത്ഥം ചിന്തിക്കുന്നത്? ഓം എന്ന് ജപിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം ചിന്തിക്കാൻ പറ്റും? എത്ര പണ്ഡിതനും പോലും പറ്റില്ല. കാരണം അത് എത്ര ദിവസങ്ങളിൽ അതിന്റെ അർത്ഥങ്ങൾ ചിന്തി, എന്നാൽ തന്നെ നമ്മൾ അർത്ഥത്തില്ല. അപ്പൊ അതുകൊണ്ട് അർത്ഥത്തിനെ കുറിച്ച് ചിന്ത നമ്മളത് ചെയ്യാമെന്ന് മാത്രം വേണ്ട അത്രയും പ്രയോജനപ്പെടില്ല. അപ്പൊ നമ്മൾ തെറ്റുകൂടാതെ ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബോധത്തോടു കൂടി വലിയ അർത്ഥവത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൂടാതെ സഹസ്രനാമം ജപിക്കാനായിട്ട് നമുക്കൊന്ന് പരിശീലിക്കാം. അത്ര മാത്രമേ ഇവിടെ ചെയ്യുന്നു. എങ്കിലും അതിന്റെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് മാത്രം. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരാദികളൊക്കെ കൂട്ടിക്കൊണ്ട് ശരശയനത്തിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുക്ക ചെന്നു. മറ്റെല്ലാം കേട്ട് കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ ധർമ്മമൊക്കെ അനുഷ്ഠിക്കാൻ വിഷമം. അനുഷ്ഠിച്ചാൽ തന്നെ പല ന്യൂനതകളും അതിൽ വന്നു ചേരാം. സാധാരണക്കാർക്കൊന്നും മുഴുവൻ വേണ്ട പോലെ അനുഷ്ഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്? സർവധർമ്മങ്ങളും അനുഷ്ഠിച്ചത് ഒരു ഫലം കിട്ടാൻ വേണം. അപ്പൊ പറഞ്ഞു, സർവശാസ്ത്രങ്ങളുടെ സാരമായിട്ട് സാരം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് 1000 നാമങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ ആണ് വേദങ്ങളെയും സർവശാസ്ത്രങ്ങളെയും മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രന്ഥങ്ങളെയും സ്മരിച്ചുകൊണ്ട് 1000 നാമങ്ങള് അവിടെ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. അതാണ് വിഷ്ണു സഹസ്രനാമം. 107 ശ്ലോകങ്ങളിലായിട്ടാണ്. ആദ്യം അതിന്റെ തമ്മിലുള്ള ചോദ്യം എന്തൊക്കെയാണ്? അങ്ങയുടെ അഭിപ്രായത്തിൽ ദേവദേവനായിട്ടുള്ള ആളാണ്, എന്താണ് ശരിയായിട്ടുള്ള ധർമ്മം എന്നെല്ലാം ചോദിച്ചു. അപ്പൊ അതിനായിട്ട് എല്ലാത്തിന്റെ സാരം ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവപ്രഭു ഭൂതകൃത് ഭൂതകൃത്. അത് നോക്കാം. വിശ്വം വിഷ്ണു. ആദ്യത്തെ ചുരുക്കി പറഞ്ഞ് നോക്കാതെ ആദ്യത്തെ നാമം വിശ്വം. ആദ്യത്തെ വിശ്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, ഈ കാണുന്ന ദൃശ്യം പ്രപഞ്ചം എല്ലാത്തിനും ബാക്കിയില്ല. അതാണ് വിശ്വം എന്ന് പറയുന്നത്. വിശ്വം എന്ന് പറഞ്ഞാൽ സർവ്വതും നടത്തും. അത് മുഴുവൻ സാക്ഷാ ഭഗവാൻ തന്നെയാണ്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ. അതാണ് വിശ്വം എന്ന് പറഞ്ഞത്. ഈ സ്ഥൂല പ്രപഞ്ചവും സൂക്ഷ്മ പ്രപഞ്ചവും അതും ഭഗവാൻ തന്നെ. അതാണ് വിശ്വം എന്നുള്ളതിന് ഒരർത്ഥം. അല്ലെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിക്കുന്നവൻ. വിഷ് എന്നൊരു ധാതുവിൽ നിന്ന് അതൊക്കെ ഉണ്ടാവുന്നത്. വിശത്തി, പ്രവിശത്തി. എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞാലും ഇപ്പൊ ഈ ശരീരം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്നും പ്രവർത്തിക്കാനുള്ള കഴിവില്ല. അപ്പൊ എന്ത് വേണം? ജീവരൂപത്തിലെ ശരീരത്തിൽ പ്രവേശിക്കണം. സൃഷ്ട്വാ തദേവ അനുപ്രാവിശത് എന്നൊരു മന്ത്രം. എല്ലാം സൃഷ്ടിച്ചിട്ട് അതിനൊക്കെ നിലനിർത്തുന്ന ശക്തിയായിട്ട് നിലനിൽക്കുന്നു. അപ്പൊ ശരീരം നിലനിൽക്കണമെങ്കിൽ എങ്ങനെ വേണം? ജീവൻ വേണം. ജീവനും പ്രാണനും ഒന്നുമില്ലെങ്കിൽ ശരീരം നിലനിൽക്കില്ല. അപ്പൊ അതാണ് വിശ്വം എന്ന് പറഞ്ഞാൽ. അതിന് എല്ലാം സൃഷ്ടിച്ച് അതിനെല്ലാം പ്രവേശിച്ച് നിൽക്കുന്നവൻ. അതിനൊക്കെ വേദപ്രമാണങ്ങളുണ്ട്.
ആത്മൈവേദം സർവം ബ്രഹ്മൈവേദം സർവം. ഇതൊക്കെ ആ ബ്രഹ്മം തന്നെയാണ്. ഉപനിഷത്തുകളിൽ എന്താ ചെയ്യുന്നത്? ഉപനിഷത്തുകൾ സർവം ഖല്ലിദം ബ്രഹ്മ, സർവതും ബ്രഹ്മം തന്നെ എന്നാണ് വേദം പറഞ്ഞത്. അതിന്റെ തന്നെ മറ്റൊരു വ്യാഖ്യാനാണ് വിശ്വം എന്ന് പറയുന്നത്. കാര്യമായിട്ടും കാരണമായിട്ടും സ്ഥിതി ചെയ്യുന്ന ഒരു ശക്തി ഉപനിഷത്തുകളിൽ പറയുന്നോ അത് തന്നെയാണ് വിശ്വം. എല്ലാം അതാണ് വിശ്വശബ്ദത്തിന് പറയുന്നത്. അപ്പൊ എല്ലാത്തിൻ്റെയും കാരണവും കാര്യവും ആയിട്ട് നിലനിൽക്കുന്ന ഒരു ശക്തി, എല്ലാം സൃഷ്ടിച്ച് അതിൽ പ്രവേശിക്കുന്നത് ബ്രഹ്മമായിട്ട് കാണപ്പെടുന്ന വിശ്വപ്രപഞ്ചം, അല്ലെങ്കിൽ ഇതൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവസാനം ഈ സൃഷ്ടിച്ച പദാർത്ഥങ്ങളുണ്ടല്ലോ എവിടെ നിന്നും ഉണ്ടായോ അത് അതിൽ തന്നെ ചെന്ന് വിലയം പ്രാപിക്കും. വിശതി അസ്മിൻ ഇതി വിശ്വം. ഉണ്ടായ പദാർത്ഥങ്ങൾക്കൊക്കെ നാശമുണ്ട്. ജാതസ്യഹി ധ്രുവോ മൃത്യുഹു. ഒരു ചെടി മുളച്ചു വന്നാൽ കുറച്ച് കാലമൊക്കെ നിലനിൽക്കുമ്പോൾ എല്ലായേക്കും വരും, ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ സാർവജനം ഉണ്ടായ വസ്തുക്കൾക്കൊക്കെ കുറച്ചു കാലം നിലനിൽക്കാൻ പിന്നെ ഇല്ലാതാവും. അപ്പൊ ഏതിൽ നിന്ന് വന്ന് ഏതിൽ നിലനിന്ന് ഏതിൽ വിലയം പ്രാപിക്കുന്നുവോ അത് വിശ്വം. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിലനിന്ന് അവസാനം പല കാലത്തെ ഏതൊന്നിൽ വിലയം പ്രാപിക്കുന്നുവോ അത് വിശ്വം. ഇങ്ങനെ കഴിഞ്ഞ എത്ര ഇതിനൊക്കെ പ്രമാണമുണ്ട്. ഇതിനൊക്കെ വേദശബ്ദങ്ങള് വേദോക്തികള് ഭാഷ്യത്തില് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചുള്ള സഹസ്രനാമം ജീവിക്കുമ്പോ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ നാമത്തിന്റെ വ്യാഖ്യാനം നോക്കി ആയാൽ മാത്രമേ അത് മനസ്സിലാവൂ. അപ്പൊ വിശക്കി അസ്മിൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണ്. അതൊക്കെ വാക്കിന്റെ അർത്ഥവും എങ്ങനെ ഉണ്ടായെന്ന് വ്യാകരണ കാര്യങ്ങളാണ്. ഇപ്പൊ സംസ്കൃത ഭാഷയില് ഒരു സാമാന്യ ബോധം, ഒരു സാമാന്യമായിട്ടുള്ള അറിവുള്ളവർക്ക് അത് വ്യാഖ്യാനിച്ചാൽ തന്നെ മനസ്സിലാവും. അസ്മിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാവണ്ടേ. ഒരു സപ്തമി വിഭക്തിയ അയം എന്നുള്ള ഇതം ശബ്ദത്തിന്റെ സപ്തമി വിഭക്തി. അപ്പൊ ഇതിൽ നിന്നർത്ഥം. അതല്ല അതറിയാത്തവർക്ക് വിശത്തി അസ്മിൻ നിധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ട് പറയാം വിശത്തി അസ്മിൻ നിധി, അതൊന്നും മനസ്സിലാവില്ല. അപ്പൊ സാമാന്യമായിട്ട് വിഭക്തി ബോധം സംസ്കൃത ഭാഷയില് സാമാന്യമായിട്ടൊരു അറിവുണ്ടെങ്കിൽ ഇത് ശരിക്കുള്ളിൽ നിൽക്കും. അതാണ് നമ്മൾ എത്ര കേട്ടാലും ജലരേഖ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ വരച്ച പോലെ. എന്താണ് നമ്മുടെ ഉള്ളിൽ തള്ളി നിൽക്കാത്തത്? നമുക്ക് ഭാഷാബോധമില്ല, വ്യാകരണ ബോധം നമുക്കില്ല. ഇത് ഏത് ഭാഷയിലും അതെ. ആ ഭാഷ പഠിക്കാത്തവർക്ക് അതിലത്തെ ഒരു വാചകം പറഞ്ഞിട്ട് അതിന്റെ അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ഏതേത് വാക്കിന് എങ്ങനെ വന്നു എന്ന് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെയുള്ള ഗഹനമായിട്ടുള്ള കാര്യമാണ് അർത്ഥചിന്ത. അതുപോലെ തന്നെ രണ്ടാമത്തെ നാമം വിഷ്ണു, വ്യാപനശീലൻ എന്നർത്ഥം. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കും. ആകാശം പോലെ. ആകാശമില്ലാത്ത ഒരു പ്രദേശമുണ്ട് എവിടെയെങ്കിലും? എവിടെയെങ്കിലും അവസാനമുണ്ട്? അനന്തമാണ്. എത്ര സഞ്ചരിച്ചാലും ആകാശത്തിന്റെ അറ്റത്ത് പോയി എത്താൻ വരില്ല. അതുപോലെ എല്ലാ ദിക്കിലും വ്യാപിച്ച് ഒരു ചൈതന്യം, അതാണ് വിഷ്ണു. വ്യാപനശീലൻ എന്നർത്ഥം. ഇതാണ് വിഷ്ണു ശബ്ദം. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആ പരമചൈതന്യം. അത് ആർക്കെങ്കിലും വ്യാപിക്കാൻ പറ്റുള്ളൂ? ആ സർവേശ്വരന്, സർവശക്തനായിട്ടുള്ള ഭഗവാന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അപ്പൊ തന്നെ ഭഗവാന്റെ വലിപ്പം മുഴുവായി. വിഷ്ണു എന്നൊരൊറ്റ വാക്ക് കേൾക്കുമ്പോഴും എത്രയാ വലിപ്പം ആർക്കും കണക്കാക്കാൻ പറ്റില്ല. ആകാശം പോലെ എന്നാണ്. സാർവദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഒരു ശക്തി.
വേറെ പലർത്ഥം പറയും, ചുരുക്കത്തിൽ പറയണമെന്നാണ്. ഇങ്ങനെ വിഷ്ണു ശബ്ദം വ്യാപനശീലൻ, അതും വിശുദ്ധാതുവിൽ നിന്ന് ഉണ്ടായ ഒരു ശബ്ദമാണെന്ന് പറയും. ഇതൊക്കെ പല ധാതുക്കളിൽ നിന്നും പലതരത്തിലെ ശബ്ദം ഉണ്ടാവും. അപ്പൊ വിഷ്ണു വ്യാപനശീലൻ, വിഷു എന്നുള്ള ധാതുവിൽ നിന്ന് ഷ്ണു എന്നൊരു പ്രത്യയം ചേർത്തപ്പോ വിഷ്ണു എന്ന് വന്നു എന്ന് വ്യാകരണത്തിൽ എത്രയും പാണ്ഡിത്യമുണ്ടോ അതനുസരിച്ച് അതിനെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിക്കണം. അതാണ് ആചാര്യസ്വാമികള് ഭാഷ എഴുതി കഴിഞ്ഞപ്പോ അർത്ഥം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ എത്രയോ പണ്ഡിതന്മാർ ഓരോ നാമത്തിന് ഓരോ ശ്ലോകമായിട്ട് വ്യാഖ്യാനമുണ്ട്. 1000 ശ്ലോകമായിട്ട് വ്യാഖ്യാനമുണ്ട്. വിശ്വം എന്നെടുത്തുകൊണ്ട് ഒരു ശ്ലോകം, വിഷ്ണു എന്നെടുത്തുകൊണ്ട് വേറൊരു ശ്ലോകം, ഇങ്ങനെ 1000 നാമങ്ങൾക്ക് 1000 ശ്ലോകമായിട്ട് വ്യാഖ്യാനമുണ്ട്. അതൊക്കെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ്. അതൊക്കെ ഈ വ്യാഖ്യാനക്കാരെ അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഗ്രന്ഥത്തില് ഇന്ന തരത്തിൽ കാണുന്നു. അപ്പൊ അത് വായിക്കുമ്പോഴാണ് നമ്മൾ ആ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ വ്യാപനശീലൻ ആകാശം പോലെ എല്ലാ ദിക്കിലും വ്യാപിച്ച് ഒരു ചൈതന്യത്തെ പറയാൻ പറ്റും. ഒരു ശരീരമൊന്നുമില്ല, ശരീരം ഉണ്ടെങ്കിൽ അങ്ങനെ വ്യാപിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചൈതന്യ സ്വരൂപൻ എന്ന് ചുരുക്കത്തിൽ പറയണമെന്നാണ്. ഒരു ഉദാഹരണത്തിന് പറയുന്നത്, കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നുമില്ല. വഷക്കാര മൂന്നാമത്തെ നാമം. വിശ്വം വിഷ്ണു വഷക്കാര മൂന്നാമത്തെ നാമം. ഇപ്പൊ നമ്മൾ ഹോമമൊക്കെ ചെയ്യുമ്പോൾ സ്വാഹ എന്ന് ഉപയോഗിക്കും. ഇന്ദ്രായ സ്വാഹ, ഗണപതയെ സ്വാഹ എന്ന്. വേദത്തിലാകുമ്പോൾ വഷക് എന്നാണ് ചെയ്യുന്നത്. ഇന്ദ്രായ വഷക്. വഷക് എന്നുള്ള ശബ്ദമാണ് വേദങ്ങളിൽ ഉപയോഗിക്കുക, ഹവിസ് സമർപ്പിക്കുന്നത്. അപ്പൊ വഷക് എന്ന് പറഞ്ഞ് ഏതൊരു ദേവതയ്ക്കാണോ ഹവിസ് സമർപ്പിക്കുന്നത് ആ ദേവതാ സ്വരൂപത്തിൽ യജ്ഞത്തിന്റെ ഒക്കെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ദേവതാന്നർത്ഥം വഷക്കാര. അതല്ലെങ്കിൽ ഏതൊരു കർമ്മത്തിലാണോ വഷക് എന്നുള്ള ഹവിസ് കൊടുക്കുന്ന സമയത്ത് വഷക് എന്ന് ഉപദേശിക്കുന്നത് എന്ന് ഉച്ചരിക്കുന്നത് ആ യജ്ഞം എന്നർത്ഥം. അപ്പൊ വഷക്കാര എന്ന് പറഞ്ഞാൽ യജ്ഞം എന്നർത്ഥം, യജ്ഞസ്വരൂപി. അതിനൊക്കെ പ്രമാണമുണ്ട്. യജ്ഞോ വൈ വിഷ്ണു എന്ന് ഉപനിഷത്തിൽ. യജ്ഞം എന്ന് പറഞ്ഞ ശബ്ദത്തിന് വിഷ്ണു എന്നൊരർത്ഥം. അവസാനം നമ്മൾ അതൊക്കെ കേൾക്കും, യജ്ഞോ യജ്ഞപതി യജ്വ എന്നൊക്കെ ഉണ്ട്. വേദത്തിലേത്തേക്കുന്ന ശബ്ദ വഷക്കാര എന്ന് പറഞ്ഞാൽ യജ്ഞസ്വരൂപി എന്നർത്ഥം. അതല്ലെങ്കിൽ യജ്ഞത്തിന്റെ ഫലം കൊടുക്കുന്ന ദേവതാരൂപത്തിൽ ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഹവിസ് കൊടുക്കുമ്പോൾ വഷക് എന്ന് ഉച്ചരിക്കുന്നത് ആ ദേവത. അല്ലെങ്കിൽ യജ്ഞസ്വരൂപി. ഇതൊക്കെ വഷക്കാര എന്നുള്ളതിനർത്ഥം. വിശ്വം വിഷ്ണു വഷക്കാര ഭൂതഭവ്യ ഭവത് പ്രഭു. കാലത്തെ 3ആയിട്ട് തിരിക്കും സാധാരണ. കാലത്തിന് മാറ്റമൊന്നുമില്ല, ഒന്ന് തന്നെയുള്ളൂ. നമ്മളത് സൗകര്യത്തിന് വേണ്ടിയിട്ട് വ്യവഹാരത്തിന് വേണ്ടി 3 തരം. കഴിഞ്ഞു പോയത്, ഇപ്പോഴുള്ളത്, വരാനുള്ളത്. ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, ഭവ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്നത്, ഭവത് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത്. ഭൂതമായിട്ടുള്ളത് കഴിഞ്ഞു പോയതും ഇപ്പൊ നടക്കുന്നതും വരാൻ പോകുന്നതിനും പ്രഭു. അതിനൊക്കെ എങ്ങനെ വേണമെങ്കിൽ നിയന്ത്രിക്കുന്ന ആള്. കർത്തും അകർത്തും അന്യഥാകർത്തും ശക്ത പ്രഭു. എല്ലാത്തിനെ നിയന്ത്രിക്കാൻ, കഴിഞ്ഞ കാലത്തെ ഇപ്പൊ നടക്കുന്നതിന് വരാൻ പോകുന്നതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ള ആള് ഭൂത ഭവ്യ ഭവത് പ്രഭു. ഇതാണ്, ഇങ്ങനെയാണ് അതിന്റെ ഒരർത്ഥം.
ഭൂതഭവ്യ ഭവത് പ്രഭു. അപ്പൊ വിശ്വം വിഷ്ണു വഷട്കാരഃ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് നാം. ഭൂതകൃത് പിന്നെ എന്താണ്? സർവ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നവൻ, ഭൂതങ്ങളൊക്കെ കരോതി ചെയ്യുന്നവൻ. ഭൂതാനി കരോതി ഇതി ഭൂതകൃത്. എല്ലാ സർവ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ശക്തി ഉണ്ടെന്നുള്ള അറിയാൻ നമുക്ക് വിഷമമില്ല. എത്രയോ ജീവജാലങ്ങൾ, പക്ഷി മൃഗാദികള് വൃക്ഷലതാദികള്, ഇതൊക്കെ നമ്മളാണോ സൃഷ്ടിച്ചേക്കുന്നത്? നമ്മൾ സൃഷ്ടിച്ചു പറയാൻ പറ്റില്ല. ഒരു വൃക്ഷത്തിന്റെ ഒരു വിത്തെടുത്ത് ഒരു ദിക്കിൽ കൊണ്ട് നട്ടു മുളച്ചു. ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടോ? എന്റെ വിത്തില്ലെങ്കിൽ. അപ്പൊ ഇതൊന്നും അല്ലാതെ, നമ്മളൊന്നും അല്ലാതെ ഏതിന്റെ പിന്നാലെ പോയാലും അറിയാൻ പറ്റാത്ത വലിയൊരു ശക്തി ഉണ്ടെന്ന് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും. അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ. അപ്പൊ ഭൂത ഭവ്യ ഭവത് പ്രഭു ഭൂതകൃത്, ഭൂതങ്ങളെ മുഴുവൻ കരോതി ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. അപ്പൊ ഭൂതകൃത്. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ സംരക്ഷിക്കട്ടെ. ഭൂതഭൃത്, ഭൂതങ്ങളെ മുഴുവൻ ഭരിക്കുന്നവൻ. അപ്പൊ ഭൂതകൃത്ത് എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ ഉണ്ടാക്കുന്നവൻ, ബ്രഹ്മരൂപേണ സൃഷ്ടി ചെയ്യുന്നവൻ. അപ്പൊ ഭഗവാനിൽ നിന്ന് അന്യമല്ല ബ്രഹ്മദേവനും നാഥൻ. അതാണ് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മരൂപം സൃഷ്ടിക്കുന്നു. സൃഷ്ടി നടത്തുമ്പോൾ അതാണ് ഭൂതകൃത്, ബ്രഹ്മരൂപേണ സൃഷ്ടി നടത്തുന്നവൻ. ഭൂതഭൃത്, സൃഷ്ടിച്ചാൽ മാത്രം പോലെ അതിനെ സംരക്ഷിക്കണ്ടേ? വിഷ്ണു സ്വരൂപേണ, വിഷ്ണു സ്വരൂപത്തിൽ എല്ലാവരെയും പരിപാലിക്കുന്നവൻ. ഭൂതങ്ങളെ വിഭക്തി ഭരിക്കുന്നവൻ, എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നവൻ. അപ്പൊ ബ്രഹ്മരൂപേണ സൃഷ്ടിക്കുന്നു, വിഷ്ണു രൂപേണ അതിനൊക്കെ പരിപാലിക്കുന്നു. ഭാവ ഭാവയതി ഇതി ഭാവ, എല്ലാമായിട്ട് നിലനിൽക്കുന്നവൻ. ഭൂതാത്മാ, ഭൂതങ്ങളുടെ മുഴുവൻ ആത്മാവ്. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായ ഉണ്ടായ സർവ പദാർത്ഥങ്ങളെയും നിലനിർത്തുന്ന അതിൽ ആത്മസ്വരൂപമായിട്ടിരിക്കുന്നത്. ഏതോ ഒരു ചൈതന്യം ഉണ്ടെങ്കിലേ അതിന് നിലനിർത്തും. ഒരു ശക്തിയില്ലാണ്ട് ഒന്നും നിലനിൽക്കില്ല. ഏത് ആകൃതിയിൽ ഇരിക്കുന്നുണ്ടോ അതിന് അതൊരു ശക്തി, അന്തര്യാമിയായിട്ടിരിക്കുന്ന ഒരു ശക്തി, ആ ശക്തി സ്വരൂപിയായിട്ടുള്ളത് എന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ ഭൂതകൃത് ഭൂതകൃത് ഭാവ ഭൂതാത്മാ, ഭൂതാനാം, ഭൂതങ്ങളുടെ മുഴുവൻ ആത്മാവായിട്ടിരിക്കുന്നവൻ. ഭൂതാത്മാ എന്ന് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് ഓരോ മന്ത്രത്തിന്റെ. അപ്പൊ വിശ്വം വിഷ്ണു വഷട്കാരഃ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതകൃത് ഭാവ ഭൂതാത്മാ ഭൂതഭാവന എന്ന് പിന്നെ ഇങ്ങനെ ഓരോ നാമത്തിൽ. ഭൂതാത്മാ, ഭൂതങ്ങളുടെ മുഴുവൻ ആത്മാവ്. ശരീരമാണെങ്കിൽ അതിന് ജീവൻ. ശരീരമാണെങ്കിൽ ജീവൻ. എല്ലാ വൃക്ഷലതാദികളും എന്താണെങ്കിലും പക്ഷി മൃഗാദികളും എല്ലാത്തിൻ്റെ ഉള്ളില് ഒരു ചൈതന്യം വേണം, ഒരു ശക്തി. അതാണ് അതിനെ നിലനിർത്തുന്നത്. ഇങ്ങനെ ഭൂതാത്മാ ഭൂതഭാവന, ഭൂതങ്ങളെല്ലാം ഭവിപ്പിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ. പലതരത്തിലും പറയാം. ആദ്യം പറഞ്ഞ പലതിന്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ആദ്യം പറഞ്ഞ തന്നെയാണല്ലോ ഇതെന്ന് തോന്നും. അത് തന്നെയാണ് വാസ്തവത്തില്. അല്ലാണ്ട് വേറെ വേറെ പുതിയതായിട്ടൊന്നും പറയില്ല. സർവവ്യാപി എന്നുള്ളതിനും വിഷ്ണു എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ശബ്ദമാവും. എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ആത്മാവായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം.
അപ്പൊ കാര്യം എല്ലാത്തിൻ്റെയും ബ്രഹ്മൈവേദം സർവം, പരബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. മൺപാത്രങ്ങളാണെങ്കിൽ അതിൽ മണ്ണിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ആകൃതി വേണം, പാത്രമായിട്ടുള്ള ഒരു ആകൃതി. അത് താൽക്കാലികമാണ്, അതില്ലാതായാൽ മണ്ണ് മാത്രം അവശേഷിക്കും. എന്നുപോലെ ഈ നാനാത്വം, നേഹ നാനാസ്തി കിഞ്ചന, വാസ്തവത്തിൽ നാനാത്വമില്ല, ഒന്നാണ്. ഒരേ സ്വർണ്ണക്കട്ടി കൊണ്ട്, ഒരു സ്വർണ്ണക്കട്ടി കൊണ്ട് 100 ആഭരണങ്ങൾ ഉണ്ടാക്കി. വെവ്വേറെ നമ്മൾ കാണുന്നു. സൂക്ഷ്മമായിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചാൽ പലതുണ്ടോ? സ്വർണം മാത്രമേ. അപ്പൊ ആകൃതി അത് കളഞ്ഞാൽ ആ ഒരു ഏകത്വമേ. ഉപനിഷത്ത് വീണ്ടും വീണ്ടും പറയണു, നേഹനാനാസ്തി. കൂടുതൽ ചിന്തിച്ചോളൂ, ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഇതാണല്ലോ വേദത്തിന്റെ പരമമായിട്ടുള്ള അനുശാസനം, അദ്വൈത തത്വം തന്നെയാണ്. ഏകം ഏവ അദ്വിതീയം. ദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. പലത് കാണുന്നുണ്ടെങ്കിലും അത് സത്യമല്ല. മണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കിയാൽ അത് സത്യമാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് ഉടഞ്ഞു പോകും. സത്യം എന്ന് പറഞ്ഞതിനർത്ഥം ഒരു കാലത്തും മാറ്റം വരാം. കഴിഞ്ഞ കാലത്തോ ഇപ്പോഴോ ഭാവിയോ. ത്രികാല അബാധിതത്വം സത്യം. സത്യം പരം ധീമഹിട്ടില്ലേ? സത്യം എന്നുള്ളതിനർത്ഥം ത്രികാല അബാധിതത്വം, 3 കാലങ്ങളും ബാധിക്കാത്തത്. കാലദേശാവധിഭ്യാം നിർമുക്തം. നമ്മൾ എന്തൊരു പദാർത്ഥം പറയണ്ടെങ്കിലും ഇന്ന ദേശത്ത്, ഇന്ന കാലത്ത്, ഇന്ന ആകൃതി, ഇതൊന്നുമില്ലാത്തത് എന്തോ അതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. യജ്ഞസ്വരൂപനാണ് ഭൂതഭവ്യ കാലത്രയ. ഭൂതം ഭവ്യം ഭവത്. കാലത്രയത്തിന്റെ സ്വാമിയാണ്. അതുപോലെ തന്നെ ബ്രഹ്മരൂപേണ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭൂതകൃത്, ഭൂതങ്ങളെ മുഴുവൻ സംഭരിക്കുന്ന, രുദ്രരൂപേണ സംഭരിക്കുന്നതാണ്. കൃന്തതി ഇതി കൃത്തത്, എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നത് അപ്പോഴും കൃത്വം തന്നെയാണ്. എല്ലാത്തിനെയും ഉണ്ടാക്കുന്നത് അതിനും കൃത്വം. വേറെ വേറെ ധാതുവാണ്, പല ധാതുക്കൾ. അപ്പൊ കൃന്തതി ഇതി കൃത്ത്, കരോതി ഇതി കൃത്ത്. ഭൂതഭൃത് എല്ലാത്തിനും ഭാവ. ഭാവം എന്ന് പറഞ്ഞാൽ സത്യസ്വരൂപൻ, സത്യമായിട്ടിരിക്കുന്ന മാറ്റം വരും. മറ്റെല്ലാം സൃഷ്ടിച്ച പദാർത്ഥങ്ങൾ എന്തെല്ലാം മാറ്റം വന്നാലും ഒരു കാലത്തും മാറ്റം വരാതെ തിരമാലകൾ ഉണ്ടായാലും നിലനിന്നാലും ഇല്ലാതെ തന്നെ വിലയിച്ചാലും സമുദ്രം സമുദ്രമായിട്ട് നിലനിൽക്കുന്ന പോലെ ഈ ദൃശ്യങ്ങളായിട്ടുള്ള എല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി കഴിഞ്ഞാലും ആരവശേഷിക്കുന്നുവോ അതിനെയാണ് സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ഓരോന്നിനും അർത്ഥം ചിന്തിക്കുന്നത്. ഇത്ര നേരം ചിന്തിച്ചു, വിസ്തരിച്ചൊന്നും പറഞ്ഞില്ല, ശരിക്കേ പറഞ്ഞുള്ളൂ. കുറെ അധികം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ അർത്ഥം തീർന്നിട്ടില്ല. ഭാഷകാരന്മാർ ഇതിനേക്കാൾ കൂടുതൽ പറയും. അതിൻ്റെ ഒരു സമാഹാരം എടുത്തുകൊണ്ട് അവർ 3-4 അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോന്നും അടുത്തടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ വ്യാഖ്യാനമായാൽ എവിടെ അവസാനിക്കും? വല്ല കൂടുതൽ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതിന് സംസ്കൃത ഭാഷയുടെ സാമാന്യ ഒരു പരിചയം ആദ്യം ഉണ്ടാവും. പിന്നെ മലയാളത്തിലൊക്കെ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ ഇടയ്ക്ക് ഇരിക്കും. നമ്മൾ ദിവസം ഒരു 10 നാമം വീതോ കുറച്ച് അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ നാമം നോക്കാൻ പറ്റും. അതിങ്ങനെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സാമാന്യ ബോധം ഉണ്ടാവും. ഇത്രയാണ് നമ്മൾ സഹസ്രനാമത്തിൽ നിന്ന് മാത്രമല്ല ഏത് ഗ്രന്ഥം വായിച്ചാലും, ഭാഗവതാണെങ്കിലും വേണ്ടില്ല, രാമായണമായാലും വേണ്ടില്ല, പൂർണ്ണമായിട്ട് കഥാരൂപത്തിൽ പറയുന്ന കഥ നമുക്ക് മനസ്സിലാവുന്നതാണ്.
ഒരു സ്തുതി കാര്യങ്ങൾ വരുമ്പോഴേക്കും കൂടുതൽ ഗൗരവമായി മനസ്സിലാക്കാൻ വളരെ വിഷമമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ശ്ലോകത്തിന്റെ ഒന്ന് നോക്കുക സാമാന്യമായി. അപ്പൊ വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൽ ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. എല്ലാവരും ചെല്ലുമ്പോൾ സാധാരണത്തിൽ ചെല്ലി ശീലിക്കുക, തെറ്റൊന്നും കൂടാതെ നല്ല ഭംഗിയായിട്ട് ചോദിച്ചു. വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൽ ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. രണ്ടു പ്രാവശ്യം ശരി നോക്കാം. വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൽ ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൽ ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. 9 നാമങ്ങൾ. അപ്പൊ വിശ്വം വിഷ്ണു വഷത്കാര ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൽ ഭൂതഭൃദ്ഭാവ ഭൂതാത്മാ ഭൂതഭാവന. ആദ്യത്തെ ശ്ലോകത്തില് 9 നാമങ്ങൾ. പിന്നത്തെ ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതിഃ അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. ഭൂതാത്മാ ഭഗവാന്റെ മറ്റൊരു നാമം. ഒക്കെ വിശേഷണങ്ങളാണ്. വിശേഷം ഭഗവാൻ, മറ്റൊക്കെ വിശേഷണങ്ങൾ. അത് എത്ര വേണമെങ്കിലും ആവാം, കഴിവനുസരിച്ച് ഇങ്ങനെ പറയാം. 1000 നാമം വേണമെന്നില്ല, ഋഷിമാർക്ക് അതിനേക്കാളും കൂടുതൽ പറയാം. കവികളൊക്കെ വർണ്ണിക്കുന്നില്ല, അവർ ചെറിയൊരു കാര്യം എടുത്തിട്ട് അങ്ങനെ ഒഴിയിലാക്കി തീർക്കും. അവരുടെ ഭാവനാശക്തി പോലെ അതിനെ വ്യാഖ്യാനിക്കാം. ഇതുപോലെ ഇവിടെ പറയാം ഭഗവാന്റെ ഭൂതാത്മാ, ഭൂതമായ ആത്മാവോട് സ്വരൂപത്തോട് കൂടിയവൻ, സത്വഗുണ രജോ ഗുണ തമോ ഗുണാദികളൊന്നും ഇല്ലാത്തവൻ. ഇതൊന്നുമില്ല. സാധാരണക്കാരന് ഇതൊക്കെ ഉണ്ട്. സാർവ ജീവജാലങ്ങളിലും സത്വഗുണ രജോ ഗുണ തമോ ഗുണം മിശ്രമാണ് എല്ലാം തന്നെ. ഇതുകൊണ്ട് അസക്തി മുഴുവൻ നടത്തുന്നത്. ഭഗവാൻ ഇതൊന്നും ബാധകമല്ല. നിർഗുണനാണ് ഭഗവാൻ. സത്വാദി ഗുണങ്ങളൊന്നും ബാധിക്കാത്തവൻ ഭൂതാത്മാ. ഇത് ഭഗവാൻ മാത്രമേ ഈ വ്യാഖ്യാനം പറ്റുള്ളൂ. ബാക്കി എന്തിനെ കുറിച്ച് പറഞ്ഞാലും ത്രിഗുണങ്ങള് ഉണ്ട്, അതിൽ നിന്നുണ്ടായതാണ്. പഞ്ചഭൂതാത്മകമാണ് മറ്റെല്ലാം. കസ്മാന്നോ നിഷ്കളസ്ത്വം സകലൈരിവച ത്വൽകലാസ്വേവ ഭൂമൻ എന്നാണ്. ഭഗവാനെ അവിടുന്ന് നിഷ്കളനാണ്. അവിടുത്തെ അംശങ്ങളിൽ അവതാരങ്ങളിലൊക്കെയാണ് അപ്പോഴാണ് സകലനായിട്ട് മാറുന്നത്. അവിടുന്ന് മാത്രം നിഷ്കളനാണ്. ഇതൊന്നും ബാധിക്കാത്തവൻ, ത്രിഗുണാത്മകം അല്ലാതെ ത്രിഗുണങ്ങളൊന്നും ബാധിക്കാത്തവൻ ഭൂതാത്മാ. ഇതൊക്കെ വന്നാൽ മലിനമായിരുന്നാണ്. സത്വരജസ് തമസ്സകൾ വന്നാൽ ഒക്കെ മാലിന്യമാണ്. അതില്ലാത്ത പരിശുദ്ധനായിട്ടുള്ള ആള് ആരാ ഉള്ളത്? ഭഗവാൻ മാത്രം. അപ്പൊ വേദവേദ്യനാണ് എന്നർത്ഥം. വേദവേദ്യനാണ് ഭഗവാൻ. പരമാത്മാ, ഉത്കൃഷ്ടമായ ആത്മാവ്, നാശമില്ലാത്ത എന്നർത്ഥം. വിനാശമില്ലാത്തവൻ. അങ്ങനെയുള്ള എല്ലാത്തിലും വ്യാപിച്ച് അതിലൊക്കെ അന്തര്യാമിയായിട്ടിരിക്കുന്ന ആ ചൈതന്യം, അതാണ് പരമാത്മാ എന്ന് പറയുന്നത്. പിന്നെ മുക്താനാം പരമാഗതി, ഇഷ്ടനാമ. മുക്താനാം പരമാഗതി, മുക്തന്മാർക്ക്, മുമുക്ഷുക്കൾക്ക് അവർക്ക് അവസാനം എത്തിച്ചേരേണ്ടത് എവിടെയാണോ അത്. അവര് പ്രാപ്യസ്ഥാനം, മുക്തന്മാരുടെ പ്രാപ്യസ്ഥാനം. അവരെവിടെ ചെന്നെത്തണോ അവസാനം, എവിടുന്നോ പുറപ്പെട്ട് പലരും സഞ്ചരിച്ച് അവിടെ തന്നെ ചെന്നെത്തും. ഇനി അവർക്ക് എങ്ങും മറ്റെങ്ങും പോകാനില്ല.
അപ്പൊ മുമുക്ഷുക്കൾക്ക് മുക്തായിട്ട് എത്തിച്ചേരുന്നത് എവിടെയോ ആ സ്ഥാനമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ മറ്റൊരു വിശേഷം 1000 നാമങ്ങളും വിശേഷണങ്ങൾ വിശേഷ്യം ഭഗവാൻ. ഭഗവാനെ വിശേഷിപ്പിക്കുന്നതാണ് മറ്റെല്ലാം. മുക്താനാം പരമാഗതി എന്ന് പറയുന്നതാണ്. മുക്താനാം പരമാഗതി അവ്യയ. വ്യയം ഇല്ലാത്തവൻ അവ്യയൻ. വ്യയം എന്ന് പറഞ്ഞാൽ നാശം. ആയം വ്യയം എന്നൊക്കെ പറയാറുണ്ട്. വ്യയം എന്ന് പറഞ്ഞാൽ നാശം അല്ലെങ്കിൽ മാറ്റം. എല്ലാ പദാർത്ഥത്തിനും ഒരു മാറ്റം വരും. എത്ര ഉറപ്പുള്ള പദാർത്ഥമാണെങ്കിലും കാലം കൊണ്ട് അതൊക്കെ ഇല്ലാതാവും, ദ്രവിച്ചു പോകും. പോകാത്ത ഒരു പദാർത്ഥം ഇല്ല ലോകത്തിൽ. മൺപാത്രങ്ങളാണെങ്കിൽ വേഗം അത് കുടഞ്ഞു പോകും. ഇരുമ്പോണ്ടതാണെങ്കിൽ കുറെ കാലം കൂടെ തന്നു. അത്രേ ഉള്ളൂ. ഈ ഇരുമ്പിനും സാധനത്തിനും നാശം. മാറ്റമുണ്ട് പലരും. ഇന്നുള്ള പോലെയെല്ലാം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ വ്യയം ഇല്ലാത്തത് അവ്യയം. ഇതാണ്. അത് ഭഗവാൻ മാത്രമേ ഇത് യോജിക്കുള്ളൂ. ഈ ഓരോ വിശേഷണം എടുത്താലും മറ്റാർക്കും ഇത് യോജിക്കില്ല. ഭഗവാൻ മാത്രമേ ഈ വിശേഷണം യോജിക്കൂ. അതാണ് അവ്യയ. നാശമോ മറ്റൊന്നുമില്ല, യാതൊരു വികാരം ഇല്ലാത്ത ഒരു ചൈതന്യം. അതാർക്ക് പറ്റും? ഭഗവാൻ മാത്രമേ പറ്റൂ. മറ്റു കാണുന്ന പദാർത്ഥങ്ങളൊക്കെ ഇന്ന് കാണുന്ന പോലെയല്ല, നാളെ അല്ലെങ്കിൽ നാളെ കാണുന്നതല്ല, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഏതൊരു പദാർത്ഥം നമുക്ക് കാണാം. ചിലത് കുറെ കാലം നിലനിൽക്കുന്ന പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ചെറുത് ഏതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം. കാലത്ത് നല്ല വിടർന്നു വരുന്ന ഒരു പുഷ്പം വൈകുന്നേരം ആകുമ്പോൾ അതൊന്നും ഇല്ല. പിന്നെ വ്യത്യാസം ആകുമ്പോഴേക്കും കഴിഞ്ഞു, പിന്നെ കാണാതായി. ഇങ്ങനെ ചെറുതൊക്കെ വലിയൊരു വൃക്ഷമാകുമ്പോൾ അതുപോലെ പറ്റില്ല. അതാണ് മാറ്റം ഉണ്ടെന്ന് മാത്രം. പക്ഷെ എല്ലാം വ്യയമുള്ളതാണ്. സൃഷ്ട പദാർത്ഥങ്ങളെല്ലാം തന്നെ ഇത് അവ്യയനാണ്, വ്യയമില്ലാത്തവൻ, യാതൊരു മാറ്റമില്ലാത്തവൻ, സത്യസ്വരൂപനാണ്. സത്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ത്രികാല അബാധിത്വം. അതാണ് ഇതിന്റെ സ്വരൂപം. അവ്യയ പുരുഷ. പുരീശേതേ ഇത് പുരുഷ. ശരീരത്തിൽ ജീവനായിട്ട് ഇരിക്കുന്നവൻ, ജീവാത്മാവെന്ന്. ഒരേ ചൈതന്യം തന്നെയാണ്. ഒരു ശരീരത്തിൽ വരുമ്പോൾ അത് ജീവൻ പേരാ. ശരീരത്തിൽ കാണുന്നത് ആകാശമാണ്. ആകാശം ഒരു പാത്രത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ നമ്മൾ എന്ത് പറയും? ഘടാകാശ. ഒരു കുടമുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് ഒഴിഞ്ഞ പ്രദേശമാണ് ആകാശം. അപ്പൊ അത് ആകാശം തന്നെയാണ്. പക്ഷെ ഒരു പേര് വന്നു. ഒരു കുടത്തിന്റെ ഉള്ളിൽ പ്രകാശിച്ചപ്പോൾ അതിനൊരു പേര് വന്നു, ഘടാകാശ. ഇതുപോലെ ഒരേ ഈശ്വര ചൈതന്യമാണെങ്കിലും ശരീരത്തിൽ ജീവരൂപത്തിലിരിക്കുമ്പോൾ ജീവാത്മാ. ശരീരത്തെ ബന്ധമില്ലാതായാൽ പരമാത്മാ. കുടം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആകാശം മഹാകാശമായിട്ട് മാറുന്നു. ഇതുപോലെ അതോ ജീവോ ബ്രഹ്മൈവ ന അപരഃ. ജീവാത്മാവ് വാസ്തവത്തിൽ പരമാത്മാവ് തന്നെയാണ്. അതിന് നാശമൊന്നുമില്ല. ആൾക്കാർക്ക് തെറ്റിദ്ധാരണ കൊണ്ട് ശരീരം നശിക്കുമ്പോൾ ജീവനും ഇല്ലാതായി എന്ന് നമുക്ക് തോന്നാം. കുടം പൊട്ടിക്കഴിഞ്ഞാൽ ആകാശം പോയി എന്ന് പറയാൻ പറ്റുമോ? മഹാകാശത്തിൽ ലയിച്ചു ഘടാകാശം. ഇതുപോലെയുള്ളൂ. അതുകൊണ്ട് ജീവോ ബ്രഹ്മൈവ ന പരഃ. ബ്രഹ്മ സത്യം ജഗന്മിഥ്യ. ജീവോ ബ്രഹ്മൈവ ന പരഃ. ഇത്രയും അറിയാലോ. സാർവവേദാന്തന്റെ സാര ജീവൻ തന്നെയാണ്, ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ്. ശാരീരക ഭാഷ്യം എന്നൊരു ഗ്രന്ഥമുണ്ട്. ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിന് ശാരീരക ഭാഷ്യം എന്ന പേര്. ശാരീരകൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ശരീരത്തിൽ ശോഭിക്കുന്ന ചൈതന്യം, ജീവാത്മാവെന്ന.
ആ ജീവനെ കുറിച്ച് വിചാരം ചെയ്ത് വന്നാൽ അവസാനം ഈ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് ബോധം വരും. അതിൻ്റെ അല്ലാപ്പുറയൊന്നും അറിയാനില്ല മനുഷ്യൻ എത്രണ്ടൊക്കെ എത്തിക്കഴിയും. അതാണ് ജീവോ ബ്രഹ്മൈവ നാപരഹ, മറ്റൊന്നല്ല ജീവൻ തന്നെ പരമാത്മാവ്, ജീവാത്മാവ് തന്നെ പരമാത്മാവ്. അപ്പൊ പിന്നെ പുരുഷഃ പുരിശത്തെ, ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്നവൻ. ഇതാണ് പുരുഷഃ സാക്ഷി, എല്ലാം കാണുന്നവൻ. എല്ലാം കാണണമെങ്കിൽ നമുക്ക് പറ്റുമോ? സാധാരണക്കാർക്ക് പറ്റില്ല എല്ലാം കാണാൻ. ഇവിടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും കാണാമെന്ന് മാത്രം. കണ്ണ് തന്നെ ആളുകൾക്ക് കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് മറ്റുള്ളതൊക്കെ കാണാമെന്നുള്ളൂ, കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണിന് വളരെ 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 പരിമിതിയുണ്ട്. എല്ലാം പോയിട്ട് വഴിയിൽ കിടക്കുന്നത് പോലും കാണുന്നില്ല, തട്ടി തടഞ്ഞു വീഴുന്ന ആളുകൾ കണ്ണിന്റെ മുമ്പിലാ കിടക്കുന്നത്, അത് കണ്ടില്ല. അപ്പൊ കണ്ണിനൊക്കെ അത്ര ശക്തിയുണ്ട്. ഭഗവാനും അങ്ങനെയല്ല, സാക്ഷി, ഭഗവാന്റെ കണ്ണിൽ പെടാത്ത എല്ലാം കാണുന്ന ആൾ. എല്ലാം കാണുന്ന ആർക്കാ പറ്റുക? അതാണ് പറഞ്ഞത്, എല്ലാ വിശേഷണം ഭഗവാൻ മാത്രമേ യോജിക്കൂ. സർവസാക്ഷി, എല്ലാത്തിനും ഒരേപോലെ, കഴിഞ്ഞു പോയതും ഇപ്പോൾ ഉള്ളതും വരാൻ പോകുന്നതും എല്ലാം തന്നെ കാണാം. കാരണം എല്ലാത്തിൻ്റെ ഉള്ളിലാണ്. എല്ലാത്തിലും സർവവ്യാപിക്ക് പ്രശ്നമുണ്ടാവും. നമുക്ക് ദൂരദേശത്തുള്ളത് കാണാൻ പറ്റാത്ത എന്താ? നമ്മൾ കുറച്ച് ദിക്കിലാണ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അറിയാമെന്ന് മാത്രം പറ്റും. ഭഗവാൻ സർവവ്യാപിയാണ്. സർവവ്യാപിക്ക് എല്ലാത്തിലും കാണാൻ വല്ല ഭക്ഷണം. നമ്മളെല്ലാ ദിക്കിലുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കുറച്ച് ദിക്കിലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ദിക്കിൽ കാണും. അതാണ് സാക്ഷി, എല്ലാത്തിനും ഒരേ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ. ഇതാണ് സാക്ഷി എന്ന് പറയുന്നത്. ഒന്നിനും ഭഗവാൻ ഒരു മറവില്ല. നമുക്ക് മറവുണ്ട്, പലതുകൊണ്ടും മറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഭഗവാൻ അങ്ങനെയില്ല, എല്ലാത്തിനും ഒരേപോലെ കാണും. ഇതാണ് സാക്ഷി. പുരുഷ സാക്ഷി, ക്ഷേത്രജ്ഞ അക്ഷര. രണ്ട് ശബ്ദങ്ങൾ ഒരു നാമ. ക്ഷേത്രജ്ഞ അക്ഷരാന്ന് രണ്ടും കൂടി ഒരു നാമം. ക്ഷേത്രജ്ഞ അക്ഷര. ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, അക്ഷരം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. ജീവാത്മാവായിട്ടും പരമാത്മാവായിട്ടും ഇരിക്കുന്നു. ജീവാത്മാവിനെ കൂടുതൽ കൂടുതൽ ചിന്ത ചെയ്താൽ ഇത് തന്നെയാണ് പരമാത്മാവ് എന്ന് ബോധം വരുന്നത്. ജീവനെ കുറിച്ച് ചിന്തിച്ചാൽ ഇത് തന്നെ കൂടുതൽ കൂടുതൽ ചിന്ത കഴിയുമ്പോൾ ഇത് തന്നെയാണ് ഈശ്വരന് ബോധം വരും. അതാണ് ക്ഷേത്രജ്ഞ അക്ഷര. ക്ഷേത്രജ്ഞനായിട്ടും അക്ഷരനായിട്ടും ജീവാത്മാവായിട്ടും ക്ഷരം നാശമില്ലാത്തത് അക്ഷരനായിട്ടും ഇരിക്കുന്ന ആള്. ആ രണ്ട് ശബ്ദവും കൂടി ഒറ്റ നാമമാണ്. ക്ഷേത്രജ്ഞോക്ഷര ഏവച. അത് കഴിഞ്ഞത് ഓരോ വാക്കിൽ ഓരോ വരിയിലും ഓരോ ഭാഗത്തിലും എട്ടെട്ട അക്ഷരമാണ്. അപ്പൊ ചിലപ്പോൾ അത് വരുമ്പോൾ അത് പൂരിപ്പിക്കാനായിട്ട് ഏവ ച അടി എന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കും. അതില്ലാത്ത സഹസ്രനാമം ലളിതാ സഹസ്രനാമം മാത്രമേ ഉള്ളൂ. അതിൽ അങ്ങനെയുള്ള ഒരു പദം വീണ്ടും ആവർത്തിക്കലോ അപി ച ഏവ എന്നൊന്നും ചേർത്ത് പൂരിപ്പിക്കലോ അതില്ല. അതാണ് ആ സഹസ്രനാമത്തിന്റെ വിശേഷം. ക്ഷേത്രജ്ഞോക്ഷര ഏവച. ചിലപ്പോൾ നിങ്ങളുടെ പുസ്തകം നോക്കുമ്പോൾ ക്ഷേത്രജ്ഞോക്ഷര ഏവച എന്നുള്ളതിൽ ഒരു ചിഹ്നം കാണും. പുസ്തകത്തിൽ ചിലപ്പോൾ പല പുസ്തകങ്ങളിൽ ഒരു ചിഹ്നം. അതും അപ്പൊ ക്ഷേത്രജ്ഞോക്ഷര ഏവച എന്ന് വായിക്കണ്ടേ. അത് പദച്ഛേദം ചെയ്യുമ്പോൾ ക്ഷേത്രജ്ഞ അക്ഷര ഓ എന്ന് വന്നു. അവിടെ ക്ഷേത്രജ്ഞോക്ഷര എന്ന് സന്ധി വന്നു. പദച്ഛേദം ചെയ്യുമ്പോൾ അവിടെ ആ എന്ന് കാണിക്കാനാണ് ഒരു ചിഹ്നം കിട്ടുന്നത്. ആ എന്നുള്ളതിന്റെ ചിഹ്നം. അത് ദീർഘമുണ്ടെങ്കിൽ രണ്ട് ചിഹ്നം വേണ്ടി വന്നാൽ രണ്ട് ചിഹ്നം കാണും. ആ എന്നുണ്ടെങ്കിൽ രണ്ട് ചിഹ്നം ഇട്ട് കാണാം.
പക്ഷെ നമ്മൾ നാമം വായിക്കുമ്പോൾ ആൾക്കാർ എന്തിനാ ഈ ചിഹ്നം അത് ആ എന്നുള്ളതിനാണ്. പിന്നെ അത് കാരണം ചിലർക്ക് ആൾക്കാർ ആ ആണ്. അപ്പൊ ക്ഷേത്രജ്ഞോ അക്ഷരേവചത് വരും. പദച്ഛേദം ചെയ്യുമ്പോൾ മാത്രമേ ആ എന്ന് ആവശ്യമുള്ളൂ. പദച്ഛേദം ചെയ്യുന്ന സമയത്ത് പദം മുറിക്കുമ്പോൾ അവിടെ ആ എന്നുണ്ടെന്ന് കാണിക്കാനാണ് ആ ചിഹ്നം. അല്ലാണ്ട് നമ്മൾ സഹസ്രനാമം ചൊല്ലുമ്പോൾ മൂലം വായിക്കുമ്പോൾ സഹസ്രനാമത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും ഇതിന്റെ ആവശ്യമില്ല. അതെന്താ കാര്യം? ആൾക്കാർക്കൂടെ ചോദിക്കുകയാണ്, പഠിപ്പുള്ളവരെയൊക്കെ ചോദിക്കും, എന്താ ഇങ്ങനൊരു ചിഹ്നം? അത് ആന്നുള്ള ചിഹ്നം. അത്രമാത്രം ചോദിക്കുള്ളൂ. ആ ചോദിച്ചാൽ അതിന് മാത്രമായിട്ട് അവർ ഉത്തരം പറയും. ഇവര് പുസ്തകം വായിക്കുന്നത് കാരണത്തിലൊക്കെ വായിക്കേണ്ട ആവശ്യമില്ല. ക്ഷേത്രജ്ഞോക്ഷര ഏവച. ആ ചിഹ്നം മൂലം വായിക്കുമ്പോ നാമം വായിക്കുമ്പോ നാമാവലിയായിട്ട് മുറിക്കുമ്പോൾ അർച്ചനയ്ക്കൊക്കെ വേണമല്ലോ നമാം ചേർത്ത്. വിശ്വസ്മൈ നമഃ, വിഷ്ണവേ നമഃ, വഷട്കാരായ നമഃ എന്നൊക്കെ പറഞ്ഞ് ഓരോ നാമമായിട്ടെടുത്ത് ചതുർത്ഥ്യന്തമാക്കി നമശബ്ദം ചേർന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ആ ചിഹ്നത്തിന്റെ അർത്ഥം നോക്കേണ്ടത്. ആണെന്നുണ്ടെന്ന് സൂചിപ്പിക്കാനാണ് അത്. നമ്മൾ നാമം വായിക്കുമ്പോൾ, മൂലം വായിക്കുമ്പോൾ, നാമം ജപിക്കുമ്പോൾ, സഹസ്രനാമം ജപിക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു ആവശ്യമില്ല. അത് ആന്ന് ഉച്ചരിക്കേണ്ടത്. അപ്പൊ ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച എന്ന് മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ സാമാന്യമായിട്ടൊന്ന് അറിഞ്ഞാൽ തന്നെ തെറ്റുകൂടാതെ ജപിക്കാനായിട്ട് പറ്റും. ആ ശ്ലോകം ഒന്ന് വായിച്ചുള്ളൂ. രണ്ടാമത്തെ ശ്ലോകം. ഭൂതാത്മാ പരമാത്മാ ച ഭൂതാനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച. ഭൂതാത്മാ പരമാത്മാ ച ഭൂതാനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച. ഭൂതാത്മാ പരമാത്മാ ച ഭൂതാനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച എന്ന് 16 നാമങ്ങളായി. ആദ്യത്തെ 9, പിന്നത്തെ 7 നാമം. മൂന്നാം ശ്ലോകത്തിൽ യോഗ. യോഗശബ്ദം കേട്ടു. യോഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യോഗശാസ്ത്രം കൊണ്ട് ഏതൊരു തത്വത്തെയാണോ മനസ്സിലാക്കാനുള്ളത് ആ തത്വം. യോഗശാസ്ത്രം അഭ്യസിച്ചാൽ അവൻ അവസാനം മനസ്സിലാക്കേണ്ട എന്തൊരു തത്വമാണോ? ജീവാത്മ പരമാത്മ കൂടി ചേർന്നാണ് ഒന്നൊന്ന് മനസ്സിലാക്കണം. യോഗം ചേർച്ച എന്നാണല്ലോ വാക്കിനർത്ഥം. ആ ചേർച്ച എന്നോട് ചേരണം. യോഗശാസ്ത്രം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവോ ബ്രഹ്മൈവ നാപര എന്നുള്ള ബോധം വരണം. ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നുള്ള ബോധം വരണം. അതാണ് യോഗം. ആ ശാസ്ത്രമാണ് ഭഗവാൻ. അതാണ് യോഗം. ഈ തത്വബോധം ഉണ്ടാകും. അപ്പൊ യോഗ യോഗവിദാം നേത എന്നത്. യോഗവിദാം നേത ഒറ്റപ്പദ. രണ്ട് യോഗവിദാം എന്നൊരു പദം, നേത എന്ന് വേറെ പദമല്ല. യോഗവിദാം നേത. യോഗവിത്തുക്കളെ, യോഗമറിയുന്നവരെ നയിക്കുന്നവൻ. യോഗികളെ, യോഗം പരിശീലിക്കുന്നവരെ ആ വഴിക്ക് നേർവഴിക്ക് ഭഗവാന്റെ അടുത്തേക്ക് നയിക്കാൻ ഒരാൾ വേണ്ട, ഒരു ഗുരു. ആ ആചരിക്കുന്ന ഗുരുവായിട്ടിരിക്കുന്ന ആള് യോഗശാസ്ത്രം പഠിച്ചാലും ഭഗവാന്റെ അടുക്ക് എത്തണമെങ്കിൽ അതിനൊരു ഗുരുനാഥൻ വേണം. ആ ഗുരുനാഥൻ ആരാ? ഈശ്വരോ ഗുരു. ഈശ്വരൻ തന്നെ ഗുരു, വേറെ ആയിരുന്നില്ല. നേർവഴിക്ക് നയിക്കുന്ന ആള് ഈശ്വരനാണ്. അതൊരാളുടെ രൂപത്തിലൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോ യോഗവിത്തുക്കളുടെ, യോഗം അറിയുന്നവരെ മുഴുവൻ നയിക്കുന്നത്, ആ നേർവഴിയില്
കൊണ്ടുപോയി ലക്ഷ്യത്തിൽ എത്തിക്കുന്നവൻ അത് ഭഗവാൻ തന്നെയാണ്. ഒക്കെ വിശേഷണങ്ങളാണ്. യോഗം ഭഗവാനാണ്. യോഗമറിയുന്നവരെ ആ ലക്ഷ്യത്തിൽ എത്തിക്കുന്നു, ശരിയായിട്ടുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുന്നു ഭഗവാൻ തന്നെ. പ്രധാന പുരുഷേശ്വര, പ്രധാനം പ്രകൃതി, പുരുഷൻ അതിൻ്റെയും ഈശ്വരനാണ്. ഇപ്പൊ പ്രകൃതിയുടെയും പുരുഷന്റെയും ഈശ്വരൻ. പ്രകൃതിയും ഭഗവാനിൽ നിന്ന്, പുരുഷനും ഭഗവാൻ തന്നെ. അപ്പൊ പ്രകൃതി പുരുഷന്മാരിൽ മോരുടെ ഈശ്വരനാണ്. ഇതൊക്കെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ്. ഈശ്വര ചൈതന്യം ഭഗവാനില്ലെങ്കിൽ ഇതിനൊന്നും പിന്നെ പ്രകൃതിയും പ്രവർത്തിക്കില്ല, പുരുഷനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രധാന പുരുഷന്മാരുടെ ഈശ്വരൻ, അതാണ് പ്രധാന പുരുഷേശ്വരൻ. പ്രധാന പ്രകൃതി, പുരുഷൻ, ആ പ്രകൃതിയിൽ പ്രകാശിക്കുന്ന ചൈതന്യം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇത് ഭഗവാൻ തന്നെയാണ് കാണിക്കുക. പ്രധാന പുരുഷേശ്വര മാരസിംഹവപുഹു, മനുഷ്യന്റെയും മൃഗത്തിൻ്റെയും കൂടി രൂപം സ്വീകരിച്ച ആള് നരസിംഹമൂർത്തി എന്നാണ്. നാരസിംഹവപുഹു, നരസിംഹത്തിന്റെ വപുസ്സുള്ളവൻ, ശരീരമുള്ളവൻ നാരസിംഹ വപുസ്. നരന്റെയും സിംഹത്തിന്റെ കൂടി രൂപം സ്വീകരിച്ച ആളുണ്ട് നരസിംഹമൂർത്തിയായിട്ടുള്ള. നാരസിംഹവപൂഹു ശ്രീമാൻ, ശ്രീയോട് കൂടിയവൻ. ശ്രീർവസത്യനപാലിനി, ലക്ഷ്മി ദേവിയെ മാറിൽ ധരിക്കുന്നവൻ. ശ്രീമാൻ, ശ്രീയോട് കൂടിയവൻ, സർവ ഐശ്വര്യങ്ങളോടും കൂടിയവൻ. സർവ ഐശ്വര്യങ്ങളുടെ ദേവതയാണല്ലോ ലക്ഷ്മി ഭഗവതി. ആ ശ്രീധരൻ, ശ്രീയെ ധരിക്കുന്നവൻ എന്ന് അർത്ഥം. ശ്രീമാൻ, ശ്രീയെ എപ്പോഴും ധരിക്കുന്നവൻ. ലക്ഷ്മിവാൻ എന്നർത്ഥം. കേശവ, കാരണജലത്തിൽ ശയിക്കുന്നവൻ. കം എന്ന് പറഞ്ഞാൽ ജലം, കേ എന്ന് പറഞ്ഞാൽ ജലത്തിൽ, ജലത്തിൽ ശയിക്കുന്നവൻ, അല്ലെങ്കിൽ നല്ല കേശങ്ങൾ ഉള്ളവൻ എന്നൊക്കെ അതിനർത്ഥം പറയും. അല്ലെങ്കിൽ നാരായണൻ, നാരം അയനമായിട്ടുള്ളവൻ, ആദി കാരണജലത്തിൽ ശയിക്കുന്നവൻ. നാരായണൻ എന്നുള്ളതിന് അർത്ഥമല്ലോ, നാരം അയനമായിട്ടുള്ളവൻ, നാരം ജലം ആശ്രയമായിട്ടുള്ളവൻ, കാരണജലത്തിൽ ശയിക്കുന്നവൻ. പുരുഷോത്തമ, പുരുഷന്മാരിൽ വച്ച് ഉത്തമൻ. പുരുഷത്തെ ഇത് പുരുഷാന്നാദ്യം പറഞ്ഞു. സർവ ജീവജാലങ്ങളിലും വെച്ച് ഉത്തമനായിട്ടുള്ളത്. ആ ഭഗവത് ചൈതന്യത്തിന്റെ ഒരംശമാണ് മറ്റെല്ലാ ദിക്കിലും കാണുന്നത്. സർവ പുരുഷന്മാർ, സർവ ജീവജാലങ്ങൾ. പുരുഷത്തെ ഇത് പുരുഷാന്നാദ്യം പറഞ്ഞല്ലേ. അത് പുരുഷ, അവ്യയ പുരുഷ ആദ്യം കണ്ടത്. ആ പുരുഷത്വം തന്നെ അവിടെ. ഇവിടെ വേറെ തരത്തിൽ അർത്ഥം പറയുന്നു. ഇവിടെ പുരുഷോത്തമ, പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ, സർവ ജീവജാലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടാണ് എന്നാണ്. കേശവ പുരുഷോത്തമ ഒന്നിച്ച് നാമമാവുമ്പോ, മന്ത്രമാവുമ്പോ യോഗോ യോഗവിദാനേന പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. യോഗോ യോഗവിദാനേന പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. യോഗോ യോഗവിദാനേന പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. സർവ, പിന്നത്തെ സർവ
എല്ലാമായിട്ടുള്ളതാണ്. സർവം എന്ന് പറഞ്ഞാൽ എല്ലാം, വിശ്വം സർവ എല്ലാമായിട്ടുള്ളതെന്നാണ്. ആ ഭഗവാനിൽ അന്യമായിട്ട് മറ്റൊന്നുമില്ല. എന്ത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഒക്കെ ഭഗവാൻ സർവ. പിന്നെ സർവനായിട്ടുള്ള സർവൻ സംഹാരമൂർത്തിയായിട്ട് പ്രളയകാലത്ത് പ്രളയത്തിന്റെ അവസാനത്തില് എല്ലാത്തിനെയും സംഹരിക്കുന്നവൻ. സംഹരിക്കുക, തന്നിൽ തന്നെ ലയിപ്പിക്കാം, തന്നിൽ തന്നെ സൃഷ്ടിച്ച് തന്നിൽ തന്നെ നിലനിർത്തി തന്നിൽ തന്നെ വിലയം കാണുന്നു. ഇതാണ് അപ്പൊ സർവരൂപേണ, സർവരൂപേണ സംഹരിക്കുന്നവൻ. സർവഃ സർവഃ ശിവഃ ശിവഃ മംഗളസ്വരൂപഃ. എന്താ മംഗളസ്വരൂപി? ആദ്യം പറഞ്ഞ പോലെ നിർഗുണനായിട്ടുള്ള, ഗുണങ്ങളോട് ചേർച്ചയില്ലാത്തവൻ. അതാണ് സർവഃ സർവഃ ശിവഃ, അത്യന്തം പരിശുദ്ധനായിട്ടുള്ളവൻ, മായയോട് ബന്ധപ്പെടാത്തവൻ, ബന്ധമില്ലാത്തവൻ. ശിവഃ സ്ഥാണുഹു, മാറ്റമില്ലാത്ത, അവ്യയം എന്നൊക്കെ പറഞ്ഞില്ലേ, അതർത്ഥം അസ്ഥാണുഹു എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എന്നും സ്ഥിതി ചെയ്യുന്നവൻ, എന്നും സ്ഥിതി ചെയ്യുന്നവൻ സ്ഥാണു, മാറ്റമില്ലാത്തവൻ. അവ്യയ എന്നൊക്കെ പറഞ്ഞ അതേ അർത്ഥം. പല നാമങ്ങളും ഒരേ അർത്ഥം വരും, പല വാക്കുകൾ മാറുന്നു. സ്ഥാണുഹു ഭൂതാദി, ഭൂതങ്ങളുടെ മുഴുവൻ സർവജീവജാലങ്ങളെ ആദിയായിട്ടുള്ള ആ തത്വത്തിൽ നിന്നല്ലേ മറ്റെല്ലാം ഉണ്ടാവുന്നത്. അതാണ് സർവ്വതിന്റെ ആദി. അഹമേവ ആസമേവ, എല്ലാത്തിന്റെ നാദിയില് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചതുശ്ലോകി ഭാഗവതൊക്കെ ഉപദേശിക്കുമ്പോൾ പറയില്ലേ, അഹമേവ ആസം ഏവ അഗ്രേ, അഗ്രത്തിൽ സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഭൂതാദി, ഭൂതങ്ങളുടെ മുഴുവൻ. എത്രയും ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയമുണ്ടോ അത്രയും പ്രമാണങ്ങൾ നമുക്ക് ഉദാഹരണത്തിൽ പറയാം. പല ദിക്കിലും പറഞ്ഞിട്ടുള്ളതാണ്, പല ദിക്കിലും. അതാണ് ആദിയും ഞാൻ മാത്രം. ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ എന്ന് വേദത്തിൽ വാക്യം. എല്ലാത്തിൻ്റെയും ആദിയിൽ ഉണ്ടായിരുന്ന ആ ശക്തി അതാണ്. അപ്പോ ഭൂതാദിഹി, സർവഭൂതങ്ങൾക്കും കാരണമായി, ആദി കാരണമായിരിക്കുന്ന ശക്തി. ഭൂതാദിഹി നിധിരവ്യയഃ, നിധിയെന്നും അവ്യയെന്നും കൂടി രണ്ട് പദമല്ല, ഒറ്റപ്പദം. നിധിരവ്യയഃ എന്നാണ്. അവ്യയമായിട്ടുള്ള, അവ്യയ പുരുഷ സാക്ഷി കണ്ടത് അവ്യയം, നാശമില്ലാത്തത്, മാറ്റം വരാത്തത്. അവ്യയഃ നിധി, എല്ലാം പ്രളയകാലത്ത് മറ്റെല്ലാം ഇല്ലാതാവും. ഈ തത്വത്തിന് മാത്രം യാതൊരു മാറ്റമില്ല, നാശമില്ല, സ്ഥിതി. യോപശിഷ്യേന സോസ്മ്യഹം, ചതുശ്ലോകിയിൽ ഉണ്ടായതൊക്കെ എന്നിൽ നിന്നുണ്ടായി നിലനിന്ന് ഉണ്ടായതൊക്കെ ഇല്ലാതാവും. ആരവശേഷിക്കും? സോസ്മി, അഹം, ഞാൻ മാത്രം അവശേഷിക്കും. ആ തത്വം. അപ്പൊ എല്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് ഏതൊന്നുണ്ടോ അതാണ് ഞാൻ. എല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ ഏതൊന്ന് അവശേഷിക്കുമോ അതാണ് ഞാൻ. സോസ്മി, അതാണ് അവ്യയഃ നിധി, നിധിരവ്യയഃ. അർത്ഥം പറയുമ്പോ അവ്യയഃ നിധി, ഒരു നാശം വരാത്ത ആ പരമമായിട്ടുള്ള ചൈതന്യം. അപ്പൊ സർവഃ സർവഃ ശിവസ്ഥാണു ഭൂതാദിഹി നിധിരവ്യയഃ സംഭവഃ, ഉത്തമമായ ജന്മത്തോടു കൂടിയവൻ.
അനേകം അവതാരങ്ങളെ സ്വീകരിക്കുന്നവൻ, ഉത്തമങ്ങളായിട്ടുള്ള നാനാരൂപങ്ങൾ സ്വീകരിക്കും. നാനാരൂപാണി സാധുവിൻ അവതരതി പരിത്രാതും അത്രക്ഷമായ മത്സ്യകുർമ്മ വരാഹാദം ഒക്കെ ഇല്ലേ എന്ന രാജാക്കന്മാരായിട്ടും ഇങ്ങനെ ഉത്തമമായിട്ടുള്ള ധർമ്മസ്ഥാപനത്തിന് വേണ്ടി ഉത്തമമായിട്ടുള്ള ശരീരം എടുക്കുന്നവൻ, അതാണ് സംഭവ. ഭാവന, ഭാവന ഉണ്ടാക്കിക്കൊടുക്കുന്നവൻ, ജനങ്ങൾക്കൊക്കെ ശുഭാശുഭങ്ങളെ പാപത്തിന്റെ ഫലമായിട്ട് അശുഭത്തെ ഉണ്ടാക്കി അനുഭവിച്ചു തീർക്കണം, പുണ്യത്തിന്റെ ഫലമായിട്ട് ശുഭങ്ങളെ. അങ്ങനെയുള്ള ആളെ ആണ് ഭാവനൻ. ശുഭാശുഭങ്ങളെ ഉണ്ടാക്കുന്നവൻ. പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് ശുഭം കിട്ടുന്നു, പാപകർമ്മങ്ങൾക്ക് അവർക്ക് ദുഃഖങ്ങൾ വരും, ദുരിതങ്ങൾ വരും. ഇത് രണ്ടിന്റെ മൂലമായിട്ട് നിൽക്കുന്നവൻ. ഭാവന ഭക്ത, ഭരിക്കുന്നവൻ. ആരാ വാസ്തവത്തിൽ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നത്? നമ്മളൊന്നല്ല, നമ്മളെ രക്ഷിക്കാൻ വേറെ ശക്തിയാണ്. അപ്പൊ സർവ പദാർത്ഥങ്ങളും ഉണ്ടായി എല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിലനിൽക്കുന്നത് ആരാണോ നിലനിർത്തുന്നത്? ആ ശക്തിയാണ് ഭക്ത, ഭരിക്കുന്നവൻ. ഭാവനോ ഭക്ത, പ്രപഞ്ചത്തെ ഭരിക്കുന്നവൻ. നിലയ്ക്ക് നിർത്തി വേണ്ട സമയത്ത് വേണ്ട ചെയ്തുകൊണ്ടിരിക്കണം. പ്രഭവ, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള, ഏതിൽ നിന്നാണോ ഏതൊരു തത്വത്തിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നത് ആ തത്വം. പ്രപഞ്ചങ്ങളുടെ മുഴുവൻ ഉത്ഭവസ്ഥാനം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ എന്നൊക്കെ ഉപനിഷത്ത്. ഏതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാവുന്നത്, എവിടെ നിലനിൽക്കുന്നു, അവസാനം എവിടെ ചെന്ന് വിജയം പ്രാപിക്കുന്നുവോ അതാണ് ഈശ്വരൻ, സർവേശ്വരൻ. പ്രഭവഃ, പ്രഭു, ശക്തൻ. ശക്തിയില്ലാത്തവർക്ക് ഈ ഇങ്ങനെയുള്ള പ്രപഞ്ചങ്ങൾ, കോടാനുകോടി പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച് നിലനിർത്തി സംഭരിക്കാൻ പറ്റും. സർവശക്തന് മാത്രമേ പറ്റുള്ളൂ, നമുക്കൊന്നും പറ്റില്ല. യാതൊന്നിനെ സൃഷ്ടിക്കാനോ നിലനിർത്താനോ സംരക്ഷിക്കാനോ ഒന്നും നമുക്ക് ശക്തിയില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് ഈശ്വരൻ എന്നുകൊണ്ടാണ്. ആ ജീവചൈതന്യം മാറിയിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല. പിന്നെ ഈ ശരീരമേ ഇല്ല. ഇതാണ് ഈശ്വരൻ. പ്രഭവ, പ്രഭു, ഈശ്വര. സർവ ഐശ്വര്യങ്ങളും തെളിഞ്ഞാണ്. അത് സർവ്വതും തകയിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതാണ് സർവ ശിവസ്ഥാനു ഭൂതാദിം നിധിരവ്യയഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരഃ. സർവ ശിവസ്ഥാനു ഭൂതാദിം നിധിരവ്യയഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരഃ. സർവ ശിവസ്ഥാനു ഭൂതാദിം നിധിരവ്യയഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരഃ. പിന്നെ സ്വയംഭൂ, തന്നെത്താൻ ഉണ്ടായത്. മറ്റൊരു വസ്തുവും തന്നെത്താൻ ഉണ്ടാവില്ല. ഭഗവാൻ മാത്രമേ തന്നെത്താൻ ഉണ്ടാവും. ഒരു വിത്ത് ഭൂമിയിൽ നട്ടുണ്ടെങ്കിൽ അത് മുളച്ചു വരാൻ എന്തെല്ലാം സാമഗ്രികൾ വേണം. ഒരു പാത്രം ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം സാമഗ്രികൾ വേണം, ആരെല്ലാം വേണം. എന്തൊരു വസ്തു ഉണ്ടെങ്കിലും അതൊക്കെ വേറെ ആൾ ഉണ്ടാക്കി സ്വയം ഉണ്ടായതായിട്ടില്ല. ഒന്നിനും സ്വയം ഉണ്ടാവാൻ പറ്റില്ല. എന്നാൽ സ്വയം ഉണ്ടാവാൻ ഭഗവാൻ പറ്റും. ഏകോഹം ബഹുസ്യാം. സൃഷ്ടിയുടെ ആരംഭത്തില് ഭഗവാൻ ചിന്തിക്കുക പലതും ഉണ്ടാവട്ടെ എന്ന്. അപ്പോഴേക്കും മഹത്തത്വമായി എല്ലാം ഉണ്ടായി പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവും. എന്നിൽ തന്നെ ഇതെല്ലാം വിലയം പ്രാപിക്കുകയും സങ്കല്പിക്കുമ്പോൾ ആ തത്വം മാത്രം അവശേഷിക്കും. ഇതാണ് സ്വയംഭൂവാണ്. തന്നെത്താൻ രൂപം സ്വീകരിക്കുക.
വേറെ ആളുകളുടെ സഹായം ഉണ്ടോ നരസിംഹമൂർത്തിയാവാനായിട്ട്? നരസിംഹരൂപം സ്വീകരിക്കാൻ ഭഗവാൻ പറ്റും. സ്വയംഭൂ, ഭഗവാൻ മാത്രമല്ല ശക്തി വിശേഷണം. ഏത് വിശേഷണം എടുത്താലും മറ്റൊന്നിനും ആ വിശേഷണം യോജിക്കില്ല, ഭഗവാൻ മാത്രം. ഇതാണ് സഹസ്രനാമത്തിലെ ഓരോ നാമത്തിന്റെ പ്രത്യേകത. എന്തിനാണ് പലതായിട്ട് പറയണേ? എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ അപ്പോഴാ ശരിയായിട്ടുള്ള ബോധം വരും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ചിന്തിച്ച് വരുമ്പോൾ നമുക്കൊരു ബോധം വരും. സർവം ഖണ്ഡിതം ബ്രഹ്മ ആത്മൈവേദം സർവം. സർവം ബ്രഹ്മമാണെന്ന് പറഞ്ഞ വേദാന്ത വാക്യത്തിന്റെ അർത്ഥം സഹസ്രനാമം കൊണ്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ചിന്ത ചെയ്യുന്നു. അപ്പൊ അനേക വേദാന്ത ശാസ്ത്രങ്ങളും ഭാഷ്യങ്ങളും ഒന്നും പഠിക്കണ്ട, അതിന്റെ ഫലം ഇതുകൊണ്ട് കിട്ടും. എല്ലാവർക്കും അത് പഠിക്കാൻ കഴിവുണ്ടാവില്ല, ചിന്തിക്കാനൊന്നും. ഒരായുഷ്കാലം മുഴുവൻ ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം മുഴുവനാവില്ല. ഇതങ്ങനെയല്ല. നമുക്ക് സഹസ്രനാമമാകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് യഥാശക്തി ചിന്തിക്കുമെന്നോറും ഇതിൽ പറഞ്ഞ അർത്ഥം വിചാരിക്കേണ്ട, വേറെയും പലതും നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. ഭഗവാൻ അത് പ്രകാശിപ്പിക്കും. ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് മനസ്സ് ശുദ്ധി വരും തോറും ഓരോന്നും തെളിഞ്ഞു തെളിഞ്ഞു വരും. അപ്പൊ സർവശാസ്ത്രങ്ങളുടെ സാരം സഹസ്രനാമ അർത്ഥചിന്തയോടുകൂടി തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെ എത്രയോ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യമാണ് നമ്മൾ കേട്ടത്. അപ്പോ സ്വയംഭൂ ശംഭൂ, ശുഭം നൽകുന്നവൻ. ശം എന്ന് പറഞ്ഞാൽ മംഗളങ്ങൾ, നന്മകൾ എല്ലാവർക്കും ഉണ്ടാക്കുന്നവൻ. ശംഭൂ. അപ്പൊ സ്വയംഭൂ ശംഭൂ ആദിത്യ, അതിഥിപുത്രനായിട്ട് സൂര്യനായിട്ട് പ്രകാശിക്കുന്നു. ഊർജമില്ലാതെ ഒരു ജീവിക്ക് നിലനിൽക്കാൻ പറ്റില്ല. എല്ലാവർക്കും സർവജീവജാലങ്ങൾക്കും വേണ്ട ഊർജം ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ സൂര്യൻ. ആദിത്യ പുഷ്കരാക്ഷ, താമരപ്പൂ പോലെ ഭംഗിയുള്ള കണ്ണുകളുള്ളവൻ, സുന്ദരമായിട്ടുള്ള കണ്ണുള്ളവൻ. എന്തിനാണ്? എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാനായിട്ട്, എല്ലാവരെയും കാണാനും ആ കണ്ണിന്റെ സൗന്ദര്യം കൊണ്ട് എല്ലാവരെയും തന്നിലേക്ക്, ഭക്തന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. അങ്ങനെയുള്ള ആളാണ് ഭക്തൻ. പുഷ്കരാക്ഷ മഹാസ്വന, സ്വനം എന്ന് പറഞ്ഞാൽ ശബ്ദം, വലുതായിട്ടുള്ള ശബ്ദമുള്ളവൻ എന്ന് പറഞ്ഞാൽ വേദം. ഭഗവാനിൽ നിന്നാണ് വേദത്തിന്റെ ഓരോ ഉൽപ്പത്തി. ഭഗവാനാണ് യസ്യ നിശ്വസിതം വേദാഹ. ഭഗവാന്റെ ഉള്ളിൽ നിന്ന് വന്ന ശബ്ദങ്ങളാണ് വേദങ്ങൾ. വൈഖരിയായിട്ട് എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് വന്ന ശബ്ദങ്ങൾ. മഹാസ്വരൻ, വേദമാകുന്ന ശബ്ദത്തോടു കൂടിയവൻ. ഇത് വേറെ ആർക്കെങ്കിലും പറ്റും ഈ വിശേഷണം? വേദമാകുന്ന ശബ്ദത്തോടു കൂടി ആളാരാണ് കഴിയുന്നില്ല. അവ എല്ലാ നാമവും, എല്ലാ നദികളും സമുദ്രത്തിൽ അവസാനം ചെന്നെത്തുന്ന പോലെ എല്ലാ നാമങ്ങളുടെ ഉടമസ്ഥൻ ഒരേ ഒരു സർവശക്തനായിട്ടുള്ള ഭഗവാനാണ് എന്ന് ബോധം വരും. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ അനാദിനിധനഃ. ആദി എന്ന് പറഞ്ഞാൽ അത് ഉൽപ്പത്തി, നിധനം എന്ന് പറഞ്ഞാൽ നാശം. ഉൽപ്പത്തി നാശങ്ങൾ ഇല്ലാത്തവൻ. അനാദിനിധനഃ, ആദി നിധനങ്ങൾ ഇല്ലാത്തവൻ, ആദിയോ അവസാനമോ ഇല്ലാത്തവൻ. ഇതാർക്ക് പറ്റും? ഭഗവാൻ മാത്രം. അനാദിനിധനഃ, അനാദിനിധനോ ധാത, വിശ്വത്തെ മുഴുവൻ ധരിക്കുന്നവൻ. എല്ലാത്തിനും ഒരു ആശ്രയം വേണം. ഈ വിശ്വം എവിടെ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ ഭഗവാനിൽ നിന്ന് ഉത്തരം പറയും. ധാത, ധരിക്കുന്നവൻ, വിശ്വത്തെ മുഴുവൻ, താൻ സൃഷ്ടിച്ച ജഗത്ത് മുഴുവൻ ധരിക്കുന്നവൻ. വിധാത, ചെയ്യുന്നവൻ. എന്തിന്? കർമാകർമ്മങ്ങൾക്ക് കർമ്മഫലങ്ങൾ കൊടുക്കുന്നവൻ. പുണ്യപാപങ്ങളുടെ ഫലം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ. വിധാത. പിന്നത്തെ
ധാതുരുത്തമഃ ഒറ്റ പദം. ധാതുരുത്തമഃ ധാതാവിനേക്കാൾ ഉത്തമനായിട്ടുള്ള, ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള. ബ്രഹ്മാവിന് പോലും സൃഷ്ടിയുടെ ആരംഭത്തിലെ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ. ബ്രഹ്മാവിന് സൃഷ്ടിയാദികളൊന്നും അറിയേണ്ട തപതപേതി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് തപസ് ചെയ്യൂ എന്ന് ആ ശരീരം കേട്ടു. അങ്ങനെ തപസ് ചെയ്ത് ഭഗവാനെ കാണാൻ കഴിയും. യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ. ഏതൊരു ശക്തിയാണോ ബ്രഹ്മാവിനെ ഉത്പാദിപ്പിച്ച് സൃഷ്ടിച്ച് ബ്രഹ്മാവിന്റെ കർത്തവ്യം ഉപദേശിച്ചു കൊടുത്തു സൃഷ്ടിയാദികള്, അതാണ് വേദങ്ങൾ ഉപദേശിക്കുന്നത്. അതാണ് ഈ മന്ത്രത്തിൽ യോ ബ്രഹ്മാണം വിദധാതി പൂർവം, ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു. യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ, ആ വേദങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു, ബ്രഹ്മാവിന് പോലും ബോധമുണ്ടാക്കി കൊടുത്തു. ഭാഗവത്തിൽ അതാ പറഞ്ഞത് തേനെ ബ്രഹ്മഹൃദായ ആദികവയേ. യാതൊരു ആളാണോ യാതൊരു ഭഗവാനാണോ ആദികവിക്ക്, ബ്രഹ്മാവിനെന്നർത്ഥം വാൽമീകിനർത്ഥത്തിലുള്ള ആദികവി ബ്രഹ്മാവ്. ബ്രഹ്മാവിന് സങ്കല്പം കൊണ്ട് വേദം ഉപദേശിച്ചു, ഹൃദയം കൊണ്ട് ഉപദേശിച്ചു കൊടുത്തു. അപ്പോഴാണ് ധാതുരുത്തമഃ, ധാതാവിനേക്കാൾ ഉത്തമനായിട്ടുള്ള. അപ്പൊ മന്ത്രങ്ങളെ എങ്ങനെ നിൽക്കുന്നു? സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ അനാദിവിധയോ ധാത വിധാതാ ധാതുരുത്തമഃ. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ അനാദിവിധയോ ധാത വിധാതാ ധാതുരുത്തമഃ. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ അനാദിവിധയോ ധാത വിധാതാ ധാതുരുത്തമഃ. 5 മന്ത്രങ്ങൾ, 5 ശ്ലോകങ്ങൾ കഴിഞ്ഞു. മലയാളത്തിലൊക്കെ ഇതിന് വ്യാഖ്യാനങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ നിത്യനിത്യം അത് വായിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നമ്മൾ സമയം പോലെ ഒരു 10 നാമ 20 നാമ സൗകര്യം പോലെ കുറച്ച് അർത്ഥം പറഞ്ഞിട്ടുള്ളതെങ്കിൽ കുറേ നമുക്ക് വ്യാഖ്യാനം നോക്കാൻ പറ്റും. ചില മന്ത്രത്തിന് ചില നാമങ്ങൾക്ക് കുറെ അധികം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് നാമങ്ങൾ അങ്ങനെ നിത്യം വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തന്നെത്താൻ ഒരു ബോധം ഉണ്ടാവും നമ്മൾ ജീവിക്കുന്ന മന്ത്രത്തിന്റെ. ആ രീതിയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാം. വ്യാഖ്യാനങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ചുരുക്കത്തിലൊന്ന് പറയുമെന്ന് മാത്രം. അതൊന്നും പൂർണ്ണമായിട്ടുള്ള വലിയ ഭാഷകളും കാര്യങ്ങളും നോക്കുമ്പോഴാണ്, അനേകം ഗ്രന്ഥങ്ങൾ നോക്കുമ്പോഴാണ് ഇത്രയൊക്കെ വ്യാപിച്ചിട്ടുള്ള അർത്ഥമുണ്ടോ, അത്രയും വലിയ അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാവും. സർവശാസ്ത്രങ്ങളുടെ മൂലമാണ് എന്നപ്പോൾ മനസ്സിലാവും. അപ്പൊ ശാസ്ത്രനാമ ജപം കൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളും നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ ശാസ്ത്രങ്ങളും നിത്യമായിട്ട് സ്വാധ്യായം ചെയ്യുന്ന ഒരു ഫലം സഹസ്രനാമ ജപം കൊണ്ട് മനുഷ്യന് കിട്ടും. അതേ ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട് അവസാനം. അപ്പൊ അങ്ങനെയുള്ള സഹസ്രനാമാണ് എത്രയോ ഭക്തന്മാരെ കൂടി വളരെ കാലമായിട്ട് ജപിക്കുന്നു. അത് സാക്ഷാത് പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നു. കോടിക്കണക്കിന് ജപിച്ചു. വീണ്ടും ജപം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ചു കൂടി അനേക ലക്ഷങ്ങൾ തന്നെ ഒന്നിച്ച് നമുക്ക് സമർപ്പിക്കാൻ കഴിയും. കോടികളായിട്ട് സമർപ്പിക്കാൻ കഴിയും. അതൊക്കെ നിസ്സാര കാര്യമല്ല, വലിയൊരു പുണ്യമായിട്ട് നമുക്ക് കരുതാം. ഒരു അല്പസമയത്തിൽ നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം, അടുത്ത ഞായറാഴ്ച ഇതുപോലെ നമുക്ക് യഥാശക്തി അതിനെയൊക്കെ കുറിച്ച് സ്മരിക്കാം. ഏതായാലും പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെന്നോ ആരും വിസ്മരിക്കേണ്ടതില്ല. കൂടുതൽ ഉപാസിക്കുമ്പോൾ എല്ലാം അറിയാനായിട്ട് പറ്റും. അപ്പോൾ മലയാളത്തിലെ വ്യാഖ്യാനങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കി അതിൻ്റെയൊക്കെ അർത്ഥം ഒരിക്കൽ സ്വന്തം മനസ്സിലാക്കി